മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. ABC മലയാളം എന്ന സംഘപരിവാർ ചാനലിൽ വന്ന ഒരു വീഡിയോയ്ക്കുള്ള മറുപടി വീഡിയോ ആണ് ഇത്. ഒരു സഹോദരനാണ് എനിക്ക് ABC മലയാളത്തിൽ ഈ ഇറാനും മണിപ്പൂരിനും ഇടയിലുള്ള എക്സ് ഫാക്ടർ എന്താണ് എന്ന ടൈറ്റിലിൽ വന്ന വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്ന് ഇതിനൊരു മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചതിൽ ഇവാഞ്ചലിസ്റ്റുകളാണ് കാരണക്കാർ. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമല്ല, ക്രൈസ്തവ ഭീകരവാദമാണ് എന്നൊക്കെയാണ് അവർ രണ്ടുപേരും കൂടി ആ വീഡിയോയിൽ തള്ളിമറിച്ചിരിക്കുന്നത്. ചരിത്രത്തെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും യാതൊരു അടിസ്ഥാന വിവരവും ഇല്ലാത്തവർ മൈക്കിന് മുമ്പിലിരുന്ന് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് സ്വന്തം അജണ്ടകൾ വിളമ്പിയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഫക്രുദ്ദീൻ അലിയെ പന്തളം രാജേന്ദ്രൻ അഭിമുഖം നടത്തുന്ന ആ വീഡിയോ. തികച്ചും അസംബന്ധമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും, ഇത് കോൺസ്പിറസി തിയറീസ്, പിന്നെ ചരിത്ര നിഷേധവും ലോജിക്കൽ ഫാലസികളും നിറഞ്ഞ ഈ വീഡിയോ കണ്ടപ്പോൾ അത്യാവശ്യം ചരിത്രബോധം ഉള്ളത് കൊണ്ട് ഞാൻ കുറെ നേരം ചിരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ എനിക്കത് ആ സമയത്ത് മറുപടി വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിരുന്നില്ല. കാരണം അത്രയും മണ്ടത്തരങ്ങളാണ്. ഈ മാതിരി മണ്ടത്തരങ്ങൾക്ക് മറുപടി പറയാൻ പോയി എന്റെ സമയം ഞാൻ എന്തിനു കളയണം എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. എന്നാൽ ആ വീഡിയോയുടെ കീഴിലെ കമന്റ് കണ്ടപ്പോൾ അപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ വിളിച്ചു പറയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഈ പ്രബുദ്ധ കേരളം, പ്രബുദ്ധ മലയാളികൾ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും യാതൊരു പ്രബുദ്ധതയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം വീഡിയോകളുടെ കമന്റ് ബോക്സ് വായിച്ചാൽ മനസ്സിലാവും. വിവരം എന്ന് പറയുന്നത് യുവന്മാരുടെ ഒന്നും ഏഴയലത്ത് കൂടി പോയിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു കൂട്ടരല്ല, പൊതുവെ മലയാളികളുടെ കാര്യമാണ് പറയുന്നത്. ചുമ്മാ ഈ പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതേ ഉള്ളൂ. ഒരു സംഗതി കേട്ട് കഴിഞ്ഞാൽ അതിന്റെ വസ്തുത എന്താണ്, ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുണ്ടോ, ചരിത്രപരമായിട്ട് ഇത് ശരിയാണോ, അല്ലെങ്കിൽ വസ്തുതാപരമായി ഇത് ശരിയാണോ എന്നുള്ള ഒരു അന്വേഷണവും ഇല്ല, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇല്ല. ചുമ്മാ കണ്ണു അടച്ചതൊന്ന് വിശ്വസിക്കുകയാണ്. ആ കമന്റ് അങ്ങനെയാണ്. അതിനകത്തുള്ള കമന്റ്സുകളെല്ലാം എല്ലാമല്ല, ഒരു 95% കമന്റ്സും അങ്ങനെ തന്നെയാണ്. ഇവര് പറഞ്ഞ വിവരക്കേടുകൾ, ഇന്ത്യയെ നശിപ്പിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവ തീവ്രവാദമാണ്, ഇവാഞ്ചലിക്കൽസ് ഇന്ത്യക്ക് ഭീഷണിയാണ് എന്നൊക്കെ അടിച്ചുവിട്ടിരിക്കുന്നത്. അതുപോലെ അമേരിക്ക ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പണ്ട് മുതലേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് തള്ളിവിട്ടപ്പോ എന്തെങ്കിലും ഒരു തെളിവ്, പറയുന്നതിന് തെളിവ് അവര് കൊടുക്കുന്നില്ല. ശരി, അവ പറയുന്നവന്മാർക്ക് വെളിവില്ല, വെള്ളിയാഴ്ചയില്ല, അപ്പോൾ അവന്മാരെന്തെങ്കിലും വിവരക്കേട് പറയട്ടെ. അതിനെ ചോദ്യം ചെയ്യേണ്ടതിന് പകരം ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ല എന്ത് വസ്തുതയാണുള്ളത്, എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ എന്ന് ചോദ്യം ചെയ്യേണ്ടതിന് പകരം കണ്ണു അടച്ച് വിശ്വസിക്കുകയാണ് ഇവന്മാര് ചെയ്യുന്നത്. അതിപ്പോ നിരീശ്വരവാദികളായാലും സംഖ്യകളായാലും കമ്മികളായാലും കുഞ്ഞികളായാലും എല്ലാം കണക്കാണ്. അത് ഞാൻ പറഞ്ഞു, ഈ പ്രബുദ്ധ മലയാളം എന്നൊക്കെ ചുമ്മാ തള്ളാമെന്നേ ഉള്ളൂ. കണക്കാ, എല്ലാം കണക്കാ. ഇത് ഈ മറുപടി വീഡിയോ ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റില്ല. ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റാത്തത്ര മണ്ടത്തരങ്ങളാണ് ഈ പന്തളം രാജേന്ദ്രനും ഫക്രുദ്ദീൻ അലിയും കൂടി ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് തള്ളിവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പരമ്പരയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ റിഡക്ഷോ മലയാളത്തിനുള്ള പരമ്പര അത് വേറെ ഉണ്ട്, അത് മുടക്കമൊന്നുമില്ല, ദൈവം അനുവദിച്ചാൽ അതും അത് ചെയ്യും. പക്ഷെ ഇതും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ വീഡിയോയില് ഫക്രുദ്ദീൻ അലിയെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് പന്തളം രാജേന്ദ്രൻ വാഴ്ത്തുന്നത്. ഇവർ രണ്ടുപേരുടെയും ബൗദ്ധിക പാപ്പരത്വം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു ചെറിയ ക്ലിപ്പ് ആദ്യം കേട്ടു നോക്കാം. ഇത് അവസാനമാണ് പറയുന്നത്, പക്ഷെ ഇത് ആദ്യമേ കേൾപ്പിക്കേണ്ട ഒരു ക്ലിപ്പാണ്. ഇവരുടെയൊക്കെ ഇന്റലക്ച്വൽ നിലവാരം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടുള്ള താങ്കൾ ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ഞെട്ടുക. ഇത് ഈ തുറന്ന പറച്ചിൽ ഞാൻ അതേപടി ഞാനങ്ങ് ABCയിൽ കൊടുക്കുകയാണ്, ആ തമ്പ് വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ട്രൂത്ത് എന്ന് പറയാവുന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് പരസ്യമായിട്ട് സത്യസന്ധമായിട്ട് ആരും പറയുന്നില്ല. എന്തായാലും താങ്കൾ കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇത് സത്യമാണ്. ഈ സത്യം എന്ന് പറഞ്ഞാൽ ആരെയും ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. വേരുകൾ തേടിപ്പോയാൽ എളുപ്പം കണ്ടത്. വേരുകൾ തേടിപ്പോയാൽ മതി. 10ാം ക്ലാസ് പകുതിക്ക് വെച്ച് ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണക്കാരനാണ് ഞാൻ. ഇപ്പൊ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സുവിശേഷകനായിട്ട്, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആണ്. എന്നാൽ സത്യാന്വേഷണവും വായനാശീലവും കൈമുതലായി ഉള്ളത് കൊണ്ട് ഈ പറയുന്ന JNU പ്രൊഡക്റ്റുകളുടെയും ഇതിനേക്കാൾ വലിയ PhD-കാരുടെയും ഇത്തരം തള്ളുകളെ
കൃത്യമായ വസ്തുതകൾ വെച്ച് പൊളിച്ചടക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അത് എന്റെ കഴിവാണെന്നോ ബുദ്ധിയാണെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പറയുന്നുമില്ല. ദൈവം തന്ന കൃപ അത്ര മാത്രമേ പറയാനുള്ളൂ. ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെ ചിന്തിക്കരുത്, എങ്ങനെ സംസാരിക്കരുത് എന്നതിന്റെ പാഠപുസ്തകമാണ് പന്തളം രാജേന്ദ്രന്റെ ഈ വാക്കുകൾ, നമ്മളിപ്പോ കേട്ട വാക്കുകൾ. ലോജിക്കൽ ഫാലസികളുടെ അയ്യരുകളിയാണ് ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ചിലതൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ലോജിക്കൽ ഫാലസി അപ്പീൽ ടു അതോറിറ്റി എന്നുള്ളതാണ്. അതായത് ഒരാളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലമോ സ്ഥാനമോ സമൂഹത്തിലുള്ള അയാളുടെ നിലയും വിലയോ അങ്ങനെയുള്ളതൊക്കെ കാരണം അവര് പറയുന്നത് എന്തും യാതൊരു തെളിവുമില്ലാതെ അവരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന, സത്യമാണെന്ന് വിശ്വസിക്കുന്ന യുക്തിവൈകല്യമാണ് ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഈ പന്തളം രാജേന്ദ്രൻ എന്താ പറയുന്നത്? അപ്പൊ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള താങ്കൾ ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ഞെട്ടുവാ എന്നാണ് രാജേന്ദ്രന്റെ ഡയലോഗ്. ഈ JNU പോലെ ഒരു പ്രശസ്തമായ സർവകലാശാലയിൽ പഠിച്ചു എന്നത് ഒരാൾ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത നൽകുന്നുണ്ടെങ്കിലും അത് അന്താരാഷ്ട്ര ഗൂഢാലോചനകളെ കുറിച്ചുള്ള തെളിവില്ലാത്ത വാദങ്ങളെ സത്യമാക്കുന്നില്ല. ഇവിടെ സംസാരിക്കുന്ന ആളുടെ അക്കാദമിക് പശ്ചാത്തലത്തെ അയാളുടെ പ്രസ്താവനയുടെ സത്യാവസ്ഥയ്ക്കുള്ള തെളിവായിട്ട് രാജേന്ദ്രൻ അവതരിപ്പിക്കുകയാണ്. അയാൾ നടത്തിയ പ്രസ്താവനകൾക്ക് വേറെ തെളിവുകളൊന്നുമില്ല, ഒറ്റ തെളിവേ ഉള്ളൂ, ഇയാൾ JNU പ്രൊഡക്റ്റ് ആണ്. ഫക്രുദ്ദീൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ, വസ്തുതകളുടെ പിൻബലമുണ്ടോ എന്നുള്ളതൊന്നും രാജേന്ദ്രൻ നോക്കുന്നില്ല. മറിച്ച് അയാൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ്. ഒരാൾ JNUവിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ പറയുന്ന കള്ളങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ സത്യമാകുമോ? വലിയ ബിരുദമുള്ള ഒരാൾ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പന്തളം രാജേന്ദ്രന്റെ ഈ രീതിയാണ് തർക്കശാസ്ത്രത്തിൽ അപ്പീൽ ടു അതോറിറ്റി എന്ന് വിളിക്കുന്നത്. തെളിവുകളല്ല, വ്യക്തിയുടെ ലേബലാണ് ഇവിടെ സത്യം നിശ്ചയിക്കുന്നത്. പന്തളം രാജേന്ദ്രന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെയും പന്തളം രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെയും സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട്, നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. രണ്ടാമത്തെ ലോജിക്കൽ ഫാലസി സർക്കുലർ റീസണിങ് അഥവാ ചാക്രിക യുക്തി എന്നുള്ളതാണ്. പന്തളം രാജേന്ദ്രൻ പറയാണ്, എന്തായാലും താങ്കൾ കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അപ്പൊ ഇത് സത്യമാണ്. ഇതാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു യുക്തിയാണിത്. രാജേന്ദ്രന്റെ ലോജിക്ക് എന്താണ്? ഫക്രുദ്ദീൻ അലി കള്ളം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഫക്രുദ്ദീൻ അലി പറഞ്ഞത് സത്യമാണ്. മറ്റു തെളിവുകളൊന്നുമില്ല, വിശ്വാസം, തന്റെ ഉള്ളിലെ ബോധ്യം അത് മാത്രം. ഇത് മനസ്സിലാക്കാൻ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളോട് നിങ്ങൾ ചോദിക്കുകയാണ് താങ്കളുടെ വീട് എവിടെയാണെന്ന്. അപ്പൊ അയാൾ പറയുന്ന മറുപടി അത് പഞ്ചായത്ത് കിണറിന്റെ തൊട്ടു മുമ്പിലാണ്, അവിടെയാണ് എന്റെ വീട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും പഞ്ചായത്ത് കിണർ എവിടെയാണെന്ന്. അതിനയാൾ പറയുന്ന മറുപടി എന്റെ വീടിന്റെ മുമ്പിലാണ് പഞ്ചായത്ത് കിണർ. അപ്പൊ താങ്കളുടെ വീടോ? അത് പഞ്ചായത്ത് കിണറിന്റെ മുമ്പിൽ. പഞ്ചായത്ത് കിണറോ? അതെന്റെ വീടിന്റെ മുമ്പിൽ. എത്ര ചോദിച്ചാലും ഈ രണ്ട് മറുപടികൾ മാത്രമേ അയാളിൽ നിന്ന് കിട്ടുന്നുള്ളൂ എങ്കിൽ അയാളുടെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്നെങ്കിലും അറിയാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് വസ്തുത അല്ലെങ്കിൽ സത്യം അറിയാൻ ഒരിക്കലും കഴിയില്ല. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. പന്തളം രാജേന്ദ്രൻ പറയാണ് ഫക്രുദ്ദീൻ കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഈ വീഡിയോയിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അല്ലെങ്കിൽ ഫക്രുദ്ദീൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, കാരണം ഫക്രുദ്ദീൻ കള്ളം പറയുമെന്ന് രാജേന്ദ്രൻ വിശ്വസിക്കുന്നില്ല. ഒരാൾ ബോധപൂർവം കള്ളം പറയുന്നയാൾ അല്ലെങ്കിൽ പോലും അയാൾക്ക് തെറ്റുപറ്റാമല്ലോ, മനുഷ്യനല്ലേ, തെറ്റുപറ്റാമല്ലോ. അയാൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞൊന്നും ആവണമെന്നില്ല. തെറ്റായ ഒരു വിവരം കിട്ടിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പക്ഷെ അത് തെറ്റാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത അവിടെയുണ്ട്. ആ സാധ്യതയെ രാജേന്ദ്രൻ കണക്കിലെടുക്കുന്നത് പോലും ഇല്ല. ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്നുണ്ടാകേണ്ട അടിസ്ഥാനപരമായ സംശയങ്ങളോ തെളിവുകളോ ചോദിക്കുന്ന അത്തരം പരിപാടികളൊന്നുമില്ലാതെ കേവലം സംസാരിക്കുന്ന ആളുടെ ബിരുദവും അയാൾ കള്ളം പറയില്ല എന്ന സ്വന്തം വിശ്വാസവും മാത്രം അടിസ്ഥാനമാക്കി ലോകരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വലിയൊരു വാദം സത്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് രാജേന്ദ്രൻ ചെയ്യുന്നത്. അത് വലിയ ഒരു യുക്തിവൈകല്യമാണ്. രാജേന്ദ്രൻ പറയുന്ന മറ്റൊരു ലോജിക്കൽ ഫാലസി അപ്പീൽ ടു സീക്രട്ട് നോളജ് എന്നതാണ്. ഒരു വാദം സത്യമാണെന്ന് സ്ഥാപിക്കാൻ തെളിവുകൾ നിരത്തുന്നതിന് പകരം അത് തെരഞ്ഞെടുത്ത കുറച്ചു പേർക്കോ, പഴയ കാലത്തൊക്കെയാണെങ്കിൽ ജ്ഞാനോദയം ലഭിച്ച കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു രഹസ്യ വിഭാഗത്തിന് മാത്രം പ്രാപ്യമായ വിവരമാണെന്ന് അവകാശപ്പെടുന്നതിനെയാണ് അപ്പീൽ ടു സീക്രട്ട് നോളജ് എന്ന് പറയുന്നത്. രാജേന്ദ്രന്റെ ഡയലോഗ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ എന്ന് പറയുന്ന ഇൻക്രെഡിബിൾ ട്രൂത്ത് എന്ന് പറയാവുന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് പരസ്യമായിട്ട് സത്യസന്ധമായിട്ട് ആരും പറയുന്നില്ല. താൻ ഇതുവരെ കേൾക്കാത്ത എന്തോ ഒരു കാര്യം കേട്ടപ്പോൾ രാജേന്ദ്രൻ ഞെട്ടി. ലോകത്ത് വേറെ ആരും ഇത് പറയുന്നില്ല.
അതുകൊണ്ട് ഇതൊരു മറച്ചു വെക്കപ്പെട്ട വലിയ സത്യമാണെന്നാണ് രാജേന്ദ്രൻ സ്വയം വിശ്വസിക്കുന്നതും പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും. വാസ്തവത്തിൽ ലോകത്ത് വേറെ ആരും ഈ മണ്ടത്തരം പറയാത്തത് ഇതൊരു രഹസ്യമായ സത്യമായതുകൊണ്ടല്ല, മറിച്ച് ഇത് ശുദ്ധ അസംബന്ധമായതുകൊണ്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ടാണ് മറ്റാൾക്കാർ ഇതിനെക്കുറിച്ച് പറയാത്തത്. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്, നടന്നിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ആളുകൾ സത്യം എന്നുള്ള നിലയിൽ സംസാരിക്കുക? ബുദ്ധിയുള്ള ബോധമുള്ള ആരെങ്കിലും ചെയ്യോ അത്? തനിക്ക് മനസ്സിലാകാത്തതോ താൻ ഇതുവരെ കേൾക്കാത്തതോ ആയ ഒരു കാര്യം കേൾക്കുമ്പോൾ യാതൊരു പരിശോധനയും ഇല്ലാതെ അത് വലിയ സത്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ രാജേന്ദ്രന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, ഇതാണ് അപ്പീൽ ടു സീക്രട്ട് നോളജ് എന്ന് പറയുന്നത്. വാട്സാപ്പിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരാറുണ്ട്, നമ്മൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മെയിൻ സ്ട്രീം മീഡിയ നിങ്ങളെ കാണിക്കില്ല, ഇത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഇത് പറയില്ല, കാരണം ഇതൊരു വലിയ രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ വരും. ഇത് വിശ്വസിക്കുന്ന അനേകരുണ്ട്. മലയാളികളിൽ തന്നെ, പ്രബുദ്ധ മലയാളികൾ എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ തന്നെ ഇത് വിശ്വസിക്കുന്ന അനേകരുണ്ട്. ആ നിലവാരം, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ പന്തളം രാജേന്ദ്രൻ. മനസ്സിലായോ? ഇതിന് തെളിവുകളൊന്നും ആവശ്യമില്ല. ഇനി മറ്റൊരു ലോജിക്കൽ ഫാലസി കൂടി ഇതിലുണ്ട്. ആ ഫാലസിയുടെ പേര് നോൺ സെക്യൂറ്റർ, അതായത് യുക്തിയുടെ തുടർച്ചയില്ലായ്മ എന്നുള്ളതാണ്. ഈ പറയുന്ന വാദവും നമ്മൾ എത്തിച്ചേരുന്ന നിഗമനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. രാജേന്ദ്രന്റെ ലോജിക്ക് എന്താണ്? ആരും ഇത് പരസ്യമായി പറയുന്നില്ല, അതുകൊണ്ട് ഇത് സത്യമാണ്. പ്രിമൈസ് ഇതാണ്, ആരും ഇത് പരസ്യമായിട്ട് പറയുന്നില്ല. കൺക്ലൂഷൻ, അതുകൊണ്ട് ഇത് സത്യമാണ്. ആരും പറയാത്തത് കൊണ്ട് ഒരു കാര്യം എങ്ങനെയാണ് സത്യമാകുന്നത്? ഈ രണ്ട് കാര്യങ്ങൾക്കും തമ്മിൽ ലോജിക്കലി യാതൊരു ബന്ധവും ഇല്ല. ഒരു പ്രസ്താവനയുടെ സത്യവും അസത്യവും ഉറപ്പിക്കപ്പെടുന്നത് ആരെങ്കിലും അത് പരസ്യമായി പറയുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന കാര്യം മനസ്സിലാക്കാനുള്ള ബോധം പോലും രാജേന്ദ്രനില്ല. ഇനി ഫക്രുദ്ദീനും ഇതിനകത്ത് ഒരു ലോജിക്കൽ ഫാലസി പറയുന്നുണ്ട് ഈ ക്ലിപ്പിനകത്ത്. ആ ഫാലസിയുടെ പേര് ഷിഫ്റ്റിംഗ് ദ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നാണ്. അതായത് ഒരു വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ആളാണ് അതിനുള്ള തെളിവും നൽകേണ്ടത്. ഏതൊരു പ്രസ്താവന ആര് നടത്തിയാലും, എന്തൊരു അവകാശവാദം നടത്തിയാലും ആ അവകാശവാദം സത്യമാണെന്നുള്ളതിന്റെ തെളിവ് അയാളാണ് നൽകേണ്ടത്. എന്നാൽ ഫക്രുദ്ദീൻ ഇവിടെ തെളിവ് നൽകുന്നില്ല. ഫക്രുദ്ദീൻ എന്താ പറയുന്നത്? അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് ഇന്ത്യയിൽ ഭീകരവാദം നടത്താൻ യുവാഞ്ചലിസ്റ്റുകൾക്ക് ഫണ്ട് വരുന്നതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഒക്കെ ഫക്രുദ്ദീൻ പറയുമ്പോൾ അതിനുള്ള തെളിവ് നൽകുന്നതിന് പകരം ഫക്രുദ്ദീൻ പറയുന്നത് വേരുകൾ തേടിപ്പോയാൽ മതി, എളുപ്പം കണ്ടെത്താമെന്നാണ്. നിങ്ങൾ വേരുകൾ തേടി പോയാൽ മതി, കണ്ടെത്താം എന്ന് പറഞ്ഞ് ഈ തെളിവ് നൽകാനുള്ള ബാധ്യതയിൽ നിന്ന് ഫക്രുദ്ദീൻ ഒഴിഞ്ഞു മാറുകയാണ്. ആര് വേരുകൾ തേടി പോണം? ഈ വിവരക്കേട് കേട്ട ആൾക്കാർ. ഈ കേട്ട കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയാൻ ഈ കേട്ടവര് വേരുകൾ തേടി പോണം. ഇവനൊക്കെ വന്നിരുന്നു ഓരോ മണ്ടത്തരം വിളിച്ചു പറയും, ബാക്കിയുള്ളവർ ഇതിന്റെയൊക്കെ വേരുകൾ തേടി പോണത്ര. ഏതായാലും നിങ്ങൾക്ക് ഇവരുടെ നിലവാരം ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരൊറ്റ ക്ലിപ്പിൽ നിന്ന് 28 സെക്കൻഡുള്ള ഈ ഒരു ക്ലിപ്പിൽ നിന്ന് ഇവരുടെ ആ ബൗദ്ധിക നിലവാരം, ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തെളിവുകൾ ചോദിച്ചറിയേണ്ട ഒരു ഇന്റർവ്യൂവർ എതിരെ ഇരിക്കുന്ന ആൾ വിളമ്പുന്ന നുണകൾ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ്. എന്നിട്ട് അതിന് ഇൻക്രെഡിബിൾ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ അതിനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. JNU എന്ന ബോർഡ് കണ്ടാൽ സ്വന്തം ബുദ്ധി പണയം വെക്കുന്ന ഇത്തരം മാപ്രകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ വഴിതെറ്റിക്കുന്നത്. ഇനി ഇവന്മാർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് തള്ളിവിട്ടുന്നത് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഫക്രുദ്ദീൻ, 5000 വർഷത്തെ ചരിത്രം പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും അതുപോലെ തന്നെ പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാൻ തമ്മിൽ. ഡാരിയസ് ചക്രവർത്തിയുടെ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്നു ഒരു അലക്സാണ്ടർ വേണ്ടി വന്നു അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട്. പന്തളം രാജേന്ദ്രൻ നടത്തിയ ഈ പ്രസ്താവന കേട്ടാൽ ചരിത്രബോധമുള്ള ആരും നെറ്റിയൊളിച്ചു പോകും. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന അർത്ഥസത്യങ്ങളെ എങ്ങനെയാണ് വലിയ ചരിത്ര ഗവേഷണമായി ചിലർ അവതരിപ്പിക്കുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. ഇന്ത്യയും ഇറാനും 5000 വർഷത്തെ ചരിത്രം പങ്കിടുന്ന രാജ്യങ്ങളാണെന്ന് രാജേന്ദ്രൻ പറയുന്നത് ചരിത്രപരമായി തെറ്റാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് BC 3000 ഇന്ത്യ എന്ന രാജ്യമോ ഇറാൻ എന്ന രാജ്യമോ ഒന്നുമില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നുമില്ല. അന്ന് സിന്ധു നദീതട സംസ്കാരവും അതുപോലെ അത് നമ്മുടെ ഇവിടെ സിന്ധു നദീതട സംസ്കാരം, അവിടെയാണെന്നുണ്ടെങ്കിൽ മൊസപ്പൊത്താമിയൻ, എലമൈറ്റ് സംസ്കാരങ്ങൾ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആ സംസ്കാരത്തിലുള്ള ആൾക്കാർ തമ്മിൽ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ അത്.
ഇത് ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരികളിൽ ഒരാളായ റുമീല ഥാപ്പർ എഴുതിയ ഏർലി ഇന്ത്യ ഫ്രം ദ ഒറിജിൻസ് ടു AD 1300 എന്ന പുസ്തകത്തിലെ ദ ഫസ്റ്റ് സിറ്റീസ് എന്ന അധ്യായത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇഷ്ടംപോലെ വേറെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് അക്കാലത്ത് രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് മധ്യേഷ്യയിൽ നിന്ന് വന്ന ആര്യന്മാരിൽ ഒരു വിഭാഗമാണ് പേർഷ്യയിലെ ആദിമ നിവാസികൾ. 2 സംഘങ്ങൾ വന്നതിൽ ഒരു കൂട്ടർ മേദ്യർ എന്നും മറ്റേ കൂട്ടർ പാർസികൾ എന്നും അറിയപ്പെട്ടു. മേദ്യർ ആ ഭൂപ്രദേശത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഇന്നത്തെ ഇറാന്റെയൊക്കെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടും പാർസികൾ തെക്ക് ഭാഗത്തായിട്ടും പാർപ്പുറപ്പിച്ചു. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. ഈ പാർസി അല്ലെങ്കിൽ പേർഷ്യ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവിടെ സുമേറിയൻ സംസ്കാരവും ബാബിലോണിയൻ സംസ്കാരവും ഒക്കെ നിലനിന്നിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 4000 കൊല്ലം മുൻപ് രൂപം കൊണ്ട പേർഷ്യയുമായി 5000 വർഷത്തെ ചരിത്രം പങ്കിടുന്നവരാണ് ഇന്ത്യക്കാർ എന്നാണ് പന്തള രാജേന്ദ്രൻ തട്ടിമൂളിക്കുന്നത്. രാജേന്ദ്രൻ പറയുന്ന മറ്റൊരു വിവരക്കേട് ഡാരിയസ് ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്നു എന്നതാണ്. പുരാതന പേർഷ്യയിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ചക്രവർത്തിയും ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിട്ടില്ല. ഈ ഡാരിയസ് ഒന്നാമന്റെ കാലത്ത് അക്കീമെനിഡ് സാമ്രാജ്യം വളരെ വലുതായിരുന്നു. അതായത് ഇന്നത്തെ ഇറാൻ, അതുപോലെ ഈജിപ്ത്, തുർക്കി, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ വരെ ഇതൊക്കെ ഈ അക്കീമെനിഡ് സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്നതാണ്. എന്നാൽ അതൊരിക്കലും ലോകം മുഴുവനും ആയിരുന്നില്ല. ലോകത്തിലെ വലിയൊരു ഭൂവിഭാഗമായിരുന്ന ചൈനയോ യൂറോപ്പിന്റെ ഭൂരിഭാഗമോ ആഫ്രിക്കയോ ഒന്നും അവരുടെ കീഴിലായിരുന്നില്ല. ഈ അധികം പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം അയൽക്കാരായ ഗ്രീക്കുകാരില്ലേ, അതുപോലെ ആ ഗ്രീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദ്വീപുകളാണ്, കുറെ ദ്വീപുകളൊക്കെ അടങ്ങിയ ഒരു നഗരരാഷ്ട്രങ്ങളാണ് അത്. ആ ഗ്രീക്കുകാരെ പോലും പൂർണ്ണമായിട്ട് കീഴടക്കാൻ ഡാരിയസ് ഒന്നാമന് കഴിഞ്ഞിരുന്നില്ല. ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന പുരാതന ഗ്രീക്ക് ചരിത്രകാരൻ ഹെറോഡോട്ടസ് എഴുതിയ ദ ഹിസ്റ്ററീസ് എന്ന പുസ്തകമുണ്ട്. അതിന്റെ 6ാം ഭാഗത്തിൽ, എറാറ്റോ എന്ന് പറയുന്ന 6ാം ഭാഗത്തിൽ BC 490 നടന്ന പ്രസിദ്ധമായ മാരത്തോൺ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിശക്തനായ ഡാരിയസ് ഒന്നാമന്റെ പേർഷ്യൻ സൈന്യത്തെ ഏഥൻസിലെ ചെറിയൊരു ഗ്രീക്ക് സൈന്യം നാണം കെടുത്തി തോൽപ്പിച്ചോടിച്ച യുദ്ധമാണ് ഈ പറയുന്ന മാരത്തോൺ യുദ്ധം. തൊട്ടടുത്തുള്ള ഗ്രീസിനെ പോലും പൂർണ്ണമായി കീഴടക്കാൻ കഴിയാത്ത ഡാരിയസ് ആണ് ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചതെന്ന് പന്തളൻ രാജേന്ദ്രൻ തള്ളിമറിക്കുന്നത്. പിന്നെ ഡാരിയസ് ചക്രവർത്തിയെ തോൽപ്പിക്കാൻ അലക്സാണ്ടർ വേണ്ടി വന്നു എന്ന് രാജേന്ദ്രൻ പറയുന്നത് മറ്റൊരു കോമഡിയാണ്. ചരിത്രത്തിൽ ഈ ചരിത്രം അറിയാവുന്നവർക്കൊക്കെ ഇത് മഹാ കോമഡിയായിട്ട് തോന്നും, അല്ലാത്തവർക്കൊക്കെ ഇത് വലിയ സംഭവമാണ്. ഡാരിയസ്, അലക്സാണ്ടർ, അത് ചക്ക മാങ്ങ ഉന്തം കുടച്ചക്രം വലിയ സംഭവമാണ്. പക്ഷെ ചരിത്രം അറിയാവുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിച്ചു വീഴും. കാരണം പന്തളൻ രാജേന്ദ്രൻ ഇവിടെ ഒരേ പേരിലുള്ള 2 രാജാക്കന്മാരെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു അബദ്ധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് മഹാനായ ഡാരിയസ് ഒന്നാമൻ, ഡാരിയസ് ദ ഗ്രേറ്റ്, BC 522 മുതൽ 486 വരെയുള്ള കാലഘട്ടത്തിൽ ഭരണം നടത്തിയ ആള്. അപ്പൊ അദ്ദേഹം ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ അക്കീമെനിഡ് സാമ്രാജ്യത്തെ അതിന്റെ ഉന്നതിയിലെത്തിച്ച അതിശക്തനായ ഭരണാധികാരിയായിരുന്നു. BC 486 അദ്ദേഹം മരിക്കുന്നത്. ഇനി അലക്സാണ്ടറിന്റെ കാര്യം നോക്കാം. അദ്ദേഹം ജനിക്കുന്നത് BC 356 മറ്റേയാള് 486 മരിച്ചു. BC നമുക്കറിയാം വർഷം പുറകോട്ടാണല്ലോ വരുന്നത്. BC 486 മരിച്ചു. അലക്സാണ്ടർ ജനിക്കുന്നത് BC 356. അതായത് ഈ ഡാരിയസ് ഒന്നാമൻ മരിച്ച് കൃത്യം 130 വർഷങ്ങൾക്ക് ശേഷമാണ് അലക്സാണ്ടർ ജനിക്കുന്നത് തന്നെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അലക്സാണ്ടർ വന്ന് ഈ ഡാരിയസിനെ തോൽപ്പിക്കുന്നത്? എന്നാൽ അലക്സാണ്ടർ ഡാരിയസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് അക്കീമെനിഡ് സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ഡാരിയസ് മൂന്നാമനെയാണ്. അപ്പൊ അദ്ദേഹത്തെ ആയിരിക്കും പന്തളൻ രാജേന്ദ്രൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം. പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ച ശക്തനായ ഡാരിയസിനെയാണ് ആ ഡാരിയസിനെ തോൽപ്പിക്കാൻ ഒരു അലക്സാണ്ടർ വരേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. ആ ഡാരിയസ് അലക്സാണ്ടർ ജനിക്കുന്നതിന് 130 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ്. ഈ ഡാരിയസ് അലക്സാണ്ടർ തോൽപ്പിച്ച ഡാരിയസ് അദ്ദേഹം ഇതേപോലെ പ്രതാപശാലിയായ ധീരനായ രാജാവൊന്നും ആയിരുന്നില്ല. മറിച്ച് പതനത്തിന്റെ വക്കീലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. BC 331 ഗോഗമേല യുദ്ധത്തിൽ അലക്സാണ്ടറുടെ തന്റെ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കും. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും രഥത്തിൽ കയറി ജീവനും കൊണ്ട് പേടിച്ചോടിയ രാജാവാണ് ദാരിയസ് മൂന്നാമൻ. അവസാനം സ്വന്തം മന്ത്രിമാരിൽ ഒരാളായ ബെസസ് അദ്ദേഹത്തെ ചതിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതായത് രാജേന്ദ്രൻ പറഞ്ഞ ആദ്യത്തെ ആള് ധീരനാണ്, വീരനാണ്, ശരിയാണ്.
അതൊക്കെ സംഭവമാണ്. പക്ഷെ അദ്ദേഹത്തെ തടയാൻ അലക്സാണ്ടർ വന്നു എന്ന് പറഞ്ഞത് വിവരക്കേടും മണ്ടത്തരവുമാണ്. അലക്സാണ്ടർ യുദ്ധം ചെയ്ത് വേറൊരാളാണ്, വേറെ ഡാരിയസ് ആണ്. ആ ഡാരിയസ് ഇതുപോലത്തെ വീരനോ ധീരനോ ഒന്നും ആയിരുന്നു ഇല്ല. അതായത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ജോർജ് വാഷിങ്ടൺ ആണെന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾ എന്തു പറയും? നിങ്ങൾ മണ്ടത്തരം, നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ മണ്ടത്തരം എന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്. ഇതേപോലെയാണ് ഈ ചരിത്രം അറിയാവുന്നവർക്ക് ഇദ്ദേഹം പറഞ്ഞ ഈ രാജേന്ദ്രൻ പന്തളം പറഞ്ഞ പ്രസ്താവന ഇതേപോലത്തെ അബദ്ധമാണ്. മനസ്സിലായ? ശക്തനായ ഡാരിയസ് ഒന്നാമന്റെ പ്രതാപവും ദുർബലനായ ഡാരിയസ് മൂന്നാമന്റെ പരാജയവും ഒരൊറ്റ വ്യക്തിയിൽ ആരോപിക്കുകയാണ് ഇവിടെ രാജേന്ദ്രൻ ചെയ്തത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന സിലബസ് വെച്ച് ലോക ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുന്ന വലതുപക്ഷ സംഘി പ്രൊപ്പഗണ്ടകളുടെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ് രാജേന്ദ്രന്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ശരാശരി ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ചരിത്ര വസ്തുതകളെ ഇവർ എങ്ങനെയാണ് മൈക്കിന് മുന്നിലിരുന്ന് വികൃതമാക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്ത ക്ലിപ്പ് കേൾക്കാം. ഒരു അലക്സാണ്ടർ വേണ്ടി വന്നു അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട്. അതുപോലെ പെരസ് തുടങ്ങിയ ചക്രവർത്തിമാരും ഒക്കെ തന്നെ വളരെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായിട്ട് ശബ്ദം ഉയർത്തിയത് ഈ പെരസ് ചക്രവർത്തിയാണെന്ന് പറയപ്പെടുന്നു. ചരിത്രത്തിൽ അത്ര പാണ്ഡിത്യമൊന്നും എനിക്കില്ല എങ്കിലും. അപ്പം അങ്ങനെയുള്ള ഒരു പൈതൃകം പങ്കിടുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംഘി ചായ്വുള്ള ABC മലയാളം ചാനലിലിരുന്ന് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയതിന് പന്തളം രാജേന്ദ്രന് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓണററി ഡോക്ടറേറ്റ് എങ്കിലും കൊടുക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞ അത്രയെങ്കിലും കൊടുക്കണം, ഒരു ഓണററി ഡോക്ടറേറ്റ് എങ്കിലും. അമ്മാതിരി വിവരക്കേടാ തള്ളിയിരിക്കുന്നത്. ചരിത്രത്തിൽ പുരാതന പേർഷ്യ ഭരിച്ച പെരസ് എന്ന പേരിലുള്ള ഒരു ചക്രവർത്തി ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ആ പേരിലൊരു ചക്രവർത്തി പേർഷ്യയിൽ ഉണ്ടായിട്ടില്ല. പെരസ് എന്നുള്ള പേരില്. പേർഷ്യയുടെ ചരിത്രമൊക്കെ പോട്ടെ, ഒരു വിക്കിപീഡിയ പേജെങ്കിലും പേർഷ്യയെ കുറിച്ചുള്ള ആധികാരികമായ ഇതൊക്കെ പോട്ടെ, കേവലം ഒരു വിക്കിപീഡിയ പേജെങ്കിലും വായിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നെങ്കിൽ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു അബദ്ധം പറയില്ലായിരുന്നു. ഇനിയിപ്പോ ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഷിമോൺ പെരസ്, അദ്ദേഹത്തെ ആണോ അതോ സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ റയൽ മാഡ്രിഡിന്റെ ഫ്ലോറന്റീനോ പെരസ്, ഇനി ഇവരൊക്കെയാണോ ഈ മനുഷ്യൻ പുരാതന പേർഷ്യൻ രാജാവായി അവരോധിച്ചത് എന്ന് എനിക്ക് സംശയമില്ലാതില്ല. പേർഷ്യ എന്ന വാക്ക് കേട്ടപ്പോ വായിൽ വന്ന പെരസ് എന്ന വാക്കങ്ങട് തള്ളിവിടുകയാണ്. രണ്ടും സാമ്യമുണ്ടല്ലോ, പേർഷ്യ പെരസ്, അടിച്ചു വിടുകയാണ്. കേട്ടുകേൾവി വെച്ച് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുക, എന്നിട്ട് അതിനെ ഗവേഷണം എന്ന് പേരിടുക. ഇതാണ് ഈ ABC ചാനലിന്റെയൊക്കെ ചരിത്രബോധം. മനസ്സിലായ? ഒരു വിവരവും ഇല്ല ഉമ്മാർക്ക്. യഥാർത്ഥത്തിൽ വിശാലമായ അക്യുമെനിഡ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ മഹാനായ സൈറസ് ചക്രവർത്തിയാണ് രാജേന്ദ്രൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൈറസിനെയാണ് ഇദ്ദേഹം പെരസാക്കി മാറ്റിയിരിക്കുന്നത്. BC 539 ബാബിലോൺ സാമ്രാജ്യം പിടിച്ചടക്കിയ ശേഷം സൈറസ് ചക്രവർത്തി പുറപ്പെടുവിച്ച ഒരു രാജകീയ വിളംബരമുണ്ട്. ബൈബിളിൽ എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ വിളംബരം കാണാം. അതുപോലെ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, അല്ലെങ്കിൽ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം അവസാനിക്കുന്നത് ഈ വിളംബരത്തോടു കൂടിയാണ്. എസ്രായുടെ പുസ്തകത്തിലുള്ള ആ വിളംബരം ഞാൻ വായിക്കാം. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുസലേമിൽ അവനൊരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുസലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുസലേമിലെ ദൈവം. എസ്രാ 1-1 മുതൽ 3 വരെ. സൈറസിന്റെ ഈ കൽപ്പന ഒരു കളിമൺ സിലിണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചത് പിൽക്കാലത്ത് കണ്ടെടുക്കുകയുണ്ടായി. ഇപ്പൊ ബൈബിളിൽ നിന്നുള്ള ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാരൊന്നും അംഗീകരിക്കില്ല. ബൈബിൾ ഇവരെ സംബന്ധിച്ച് ചരിത്രരേഖയല്ലല്ലോ. എസ്രായുടെ പുസ്തകം ഒന്നും ഇവർക്ക് ചരിത്രരേഖയല്ല. പക്ഷെ ഇതേ കൽപ്പന അന്ന് സിലിണ്ടറിൽ കളിമൺ സിലിണ്ടറിലൊക്കെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിൽ എഴുതുന്നതിനേക്കാളും കൂടുതൽ സ്പേസ് കിട്ടും സിലിണ്ടർ ആകുമ്പോൾ. മൊത്തം കുറേയും കൂടി എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സിലിണ്ടറിൽ ആ കാലത്തൊക്കെ ഇവരിങ്ങനെയുള്ള കൽപ്പനകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത്തരം ഒരു സിലിണ്ടർ പിൽക്കാലത്ത് കണ്ടെടുക്കുകയുണ്ടായി. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ റൂം നമ്പർ 52 സൈറസ് സിലിണ്ടർ എന്നറിയപ്പെടുന്ന ഈ രേഖ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നത്. നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഇതിന്റെ അകത്ത് മനുഷ്യാവകാശം എന്നുള്ള വാക്കൊന്നും ഇല്ല കേട്ടോ. ഈ സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കൽപ്പനയിൽ മനുഷ്യാവകാശം എന്നുള്ള വാക്കൊന്നുമില്ല. ആ വാക്ക് തന്നെ ആദ്യമായിട്ട് വരുന്നത് AD 2-ാം നൂറ്റാണ്ടിലാണ്.
അത് തെർത്തുല്യനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മനുഷ്യർക്ക് അവകാശങ്ങളുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. അത് ഭരണാധികാരികളാരെങ്കിലും തന്നതൊന്നുമല്ല, ദൈവം തന്നിരിക്കുന്നതാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് അതൊന്നും എടുത്തു കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെർത്തുല്യനാണ്. അതായത് ക്രൈസ്തവർക്ക് ഉള്ള പീഡനങ്ങളുടെ മധ്യത്തില് ക്രൈസ്തവര് വിശ്വസിക്കുന്ന, ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് ദൈവത്തിലോ ഏത് മതത്തിലോ വിശ്വസിക്കാം, അത് ഈ ഭരണകൂടം തന്ന അവകാശമല്ല, അത് ദൈവം തന്ന അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെർത്തുല്യനാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ആധുനിക കാലത്തെ ഈ മനുഷ്യാവകാശങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആ മനുഷ്യാവകാശത്തിൽ ഉള്ള പല കാര്യങ്ങൾ, അടിസ്ഥാന മനുഷ്യാവകാശത്തിലുള്ള ചില കാര്യങ്ങൾ, അതിന്റെ അംശം ഈ കൽപ്പനയിലുണ്ട്. അപ്പൊ ലിഖിതമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചരിത്രരേഖ, ഇതിനേക്കാളും പഴയ ചരിത്രരേഖ ഇത്തരം വിഷയങ്ങളിൽ വേറെ ഇല്ലാത്തത് കൊണ്ട് ഇതിനെയാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് കണക്കാക്കുന്നത്. സൈറസ് ചക്രവർത്തിയാണ് പന്തളം രാജേന്ദ്രൻ പെരസ് ചക്രവർത്തി എന്ന് പറഞ്ഞ് കുളമാക്കി കയ്യിൽ തന്നിരിക്കുന്നത്. പേർഷ്യയെ കുറിച്ചാണ് യുവമാരിവിടെ ചർച്ച നടത്തുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പേർഷ്യയെ കുറിച്ചാണ് രാജേന്ദ്രൻ വലിയ വായിൽ ഡയലോഗ് അടിച്ചത്. രാജേന്ദ്രന്റെ ഈ മണ്ടത്തരങ്ങൾക്കെല്ലാം ഫക്രുദ്ദീൻ തലയാട്ടി പൂർണ്ണ സമ്മതം അറിയിക്കുന്നുമുണ്ട്. എന്നാൽ പേർഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുടെ പേര് പോലും അറിയാതെയാണ് ഇവർ പേർഷ്യയുടെ ചരിത്രവും ജിയോ പൊളിറ്റിക്സും ഇന്ത്യ ഇറാൻ ബന്ധവും ഒക്കെ ചർച്ച ചെയ്ത് അവരുടെ പ്രേക്ഷകരെ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്നത്. അവർക്കറിയാം ഇവരുടെ പ്രേക്ഷകർക്കൊക്കെ ഇത്രയേ ഉള്ളൂ ബോധം. ഇവരുടെ പ്രേക്ഷകര് ഇന്ന് സംഗീത ചാനലാണല്ലോ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഭൗതിക നിലവാരം. എന്ത് വിവരക്കേടും പറയാം, ഇവന്മാരാരും പോയിട്ട് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നില്ല, പരിശോധിച്ച് നോക്കാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് നല്ല ബോധമുണ്ട്. ആ ബോധത്തിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്നത്. നമുക്കിനി അടുത്ത മണ്ടത്തരം കേട്ട് നോക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 1970-കൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ, 1950-കൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ചൈന ഇന്ത്യയെ ആക്രമിച്ച സന്ദർഭത്തിൽ അന്ന് അവിടെ ഷാ ഭരണമായിരുന്നു, ഇറാനിലെ ഷാ. ആ സന്ദർഭത്തിൽ ഇറാനിലെ ഷാ പാകിസ്ഥാന് അയച്ച ഒരു കത്തിൽ ആവശ്യപ്പെട്ടത് ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണ്, നിങ്ങൾ വേണ്ടുന്ന സൈനിക സഹായം ഇന്ത്യക്ക് നൽകണം എന്നൊരു കത്ത് ഇറാനിൽ നിന്നാണ് പോയിട്ടുള്ളത്. അതിന് പാകിസ്ഥാൻ കൊടുത്ത മറുപടി അയ്യൂബ് ഖാനാണെന്ന് തോന്നുന്നു, പട്ടാള മേധാവിയോ അല്ലെങ്കിൽ ഭരണാധികാരിയോ. അദ്ദേഹം കൊടുത്ത മറുപടി, ഞങ്ങൾ ചൈനയോടൊപ്പം ചേരാതിരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ചെയ്യുന്ന വലിയൊരു സഹായമാണ്. ഞാൻ പറയുന്നത് അത്തരത്തിലൊരു ബന്ധം ഷാ ഭരണകാലത്തും എല്ലാ കാലത്തും ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും അതുപോലെ തന്നെ ഇറാനും. അമേരിക്കയെയും പാശ്ചാത്യരെയും എങ്ങനെയെങ്കിലും കരിവാരി തയ്ക്കാൻ വേണ്ടി പന്തളം രാജേന്ദ്രൻ ഇറാനിലെ ഷാ ഭരണകൂടത്തെ ഇന്ത്യയുടെ രക്ഷകനായി അവതരിപ്പിക്കുന്ന പച്ചക്കള്ളമാണിത്. നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൊടുത്ത ഭരണാധികാരിയായിരുന്നു ഷാ. ഇറാനിലെ ഷാ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാളാണ്. ആ ഷായെയാണ് രാജേന്ദ്രൻ ഇന്ത്യയുടെ രക്ഷകനായി എഴുന്നള്ളിക്കുന്നത്. അമേരിക്കയെ തെറി വിളിക്കാൻ വേണ്ടി ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ശത്രുക്കളായി നിന്നിരുന്ന ആൾക്കാരെയൊക്കെ പൂമാലയിട്ട് പൂജിക്കുന്ന ഇത്തരം വ്യാജ ചരിത്ര നിർമ്മിതികൾക്ക് പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ഇറാനിലെ ഷാ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാന് ഇത്തരം ഒരു കത്ത് അയച്ചതായി ഇറാൻ സർക്കാരോ ഇങ്ങനെ ഒരു കത്ത് കിട്ടിയതായി പാകിസ്ഥാൻ സർക്കാരോ അല്ലെങ്കിൽ ആ യുദ്ധസമയത്ത് തങ്ങളെ സഹായിക്കാൻ ഇറാൻ ശ്രമിച്ചതായി ഇന്ത്യൻ സർക്കാരോ ഇന്നുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കഥ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയത്? അത് നമ്മൾ അറിയണമല്ലോ. അപ്പൊ ഈ കഥ നമ്മൾ അന്വേഷിച്ചു പോയാൽ ഇത് പ്രമുഖ ഇന്ത്യൻ പത്രപ്രവർത്തകനായ കുൽദീപ് നയ്യാറുടെ ബിയോണ്ട് ദി ലൈൻസ് എന്ന ആത്മകഥയിലാണ് ഉള്ളത്. ഇറാനിലെ ഷാ നെഹ്റുവിന് അയച്ചു കൊടുത്ത ആ കത്തിന്റെ പകർപ്പ് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് നയ്യാർ തന്റെ പുസ്തകത്തിൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കുൽദീപ് നയ്യാറുടെ ഈ വ്യക്തിപരമായ വെളിപ്പെടുത്തലല്ലാതെ ഇതിനെ സാധൂകരിക്കുന്ന യാതൊരു വിധമായ ഔദ്യോഗിക രേഖകളും അല്ലെങ്കിൽ നയതന്ത്ര കത്തിടപാടുകളോ ഒന്നും ഈ 3 രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് നാളെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തന്റെ പുസ്തകം വിറ്റഴിക്കാൻ വേണ്ടി യാതൊരു തെളിവും നൽകാതെ കുൽദീപ് നയ്യാർ അടിച്ചുവിട്ട ഒരു കഥയാണ് പന്തളം രാജേന്ദ്രൻ വലിയ കാര്യമായി ABC ചാനലിൽ വന്നിരുന്ന് തള്ളുന്നത്. ഇനി ഈ വിഷയത്തിൽ ചരിത്രപരമായി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1962 യുദ്ധസമയത്ത് ഇന്ത്യയുടെ പ്രതിസന്ധി മുതലെടുത്ത് കശ്മീരിൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്കയും ബ്രിട്ടനും ഈ അയൂബ് ഖാനോട് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു. യുദ്ധസമയത്ത്
അതായത് 1962 നവംബറിലാണ് യുദ്ധം നടക്കുന്നത്, ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഔദ്യോഗിക കത്ത് അയച്ചിരുന്നു എന്നത് ചരിത്രമാണ്. അത് സർക്കാരൊക്കെ പ്രസിദ്ധീകരിച്ചുള്ളതാണ്. എന്നാൽ ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി, സൈനികമായി സഹായിക്കാൻ ഇറാനിലെ ഷാ പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനോട് ആവശ്യപ്പെട്ടതായോ അതിന് അയൂബ് ഖാൻ ഞങ്ങൾ ചൈനയോടൊപ്പം ചേരാതിരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ചെയ്യുന്ന വലിയൊരു സഹായമാണ് എന്ന് മറുപടി നൽകിയതായോ പാകിസ്ഥാന്റെയോ ഇന്ത്യയുടെയോ ഔദ്യോഗിക ചരിത്ര രേഖകളിൽ പരാമർശമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതില് ആ മറുപടി പറഞ്ഞതായിട്ട് ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ ചൈനയോടൊപ്പം ചേരാതിരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ചെയ്യുന്ന വലിയ സഹായമാണെന്ന്. ഇത് ചരിത്രം അറിയാവുന്ന ഒരാൾ ഇങ്ങനെയുള്ള മണ്ടത്തരമൊന്നും പറയില്ല. കാരണം ആ കാലഘട്ടം 62 എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ്. ലോകം 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ബ്ലോക്ക്, പാശ്ചാത്യ ശക്തികൾ ഒന്ന്, ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് ചേരി, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരി. ഇങ്ങനെ 2 ഇതായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒപ്പമാണ്. മാത്രമല്ല ഇതേ 1962 ഈ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് സോവിയറ്റ് യൂണിയൻ ക്യൂബയിൽ മിസൈൽ കൊണ്ടുവച്ചു. അതായത് റഷ്യയിൽ നിന്ന്, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അമേരിക്കയിലേക്ക് മിസൈലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അത് തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. എന്നാൽ ക്യൂബ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. ക്യൂബയിൽ നിന്ന് മിസൈൽ വന്നാൽ അത് തടയാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. അപ്പൊ അമേരിക്ക നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യൂബയിൽ മിസൈലുകൾ കൊണ്ടുവച്ചു. അതിന്റെ പേരിൽ ഒരു വലിയ പ്രതിസന്ധി, ഒരു ആണവ യുദ്ധത്തിന്റെ വക്ക് വരെ എത്തിയിരുന്നു അന്ന് ലോകം. ആണവ യുദ്ധത്തിന്റെ വക്ക് വരെ എത്തിയതാണ്. അപ്പൊ അത് 1962 അങ്ങനെ ഈ ഒരു പ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ ചേരിയിലുള്ള പാകിസ്ഥാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, അമേരിക്കൻ ചേരിയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. ആ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയോടൊപ്പം ചേരാതിരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ചെയ്യുന്ന വലിയൊരു സഹായമാണെന്ന് പറയൂ. അവർ ഒരു കാരണവശാലും ചൈനയുടെ ഭാഗത്ത് ചേരില്ല. അത് മനസ്സിലായ, ഞങ്ങൾ ഇന്ത്യയെ ഈ സമയത്ത് ആക്രമിക്കാതിരിക്കുന്നത് വലിയ കാര്യമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ ചൈനയോട് ചേരാതിരിക്കുന്നത്, അങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കലും നടത്തുകയില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ചിന്താശേഷിയില്ല. ചിന്തിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോയിട്ട് എന്താണ് ആ കാലഘട്ടത്തിലെ സ്ഥിതിവിശേഷം, ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവരുടെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഓരോ നുണകളുമാരെ അടിച്ചു വിടുന്നത്. അപ്പൊ എന്നാലും ഇങ്ങനെയുള്ള ഇതൊന്നും പാകിസ്ഥാന്റെ ആകട്ടെ ഇന്ത്യയുടെ ആകട്ടെ ഔദ്യോഗിക ചരിത്ര രേഖകളൊന്നും പരാമർശമില്ല. കമ്മ്യൂണിസത്തിനെതിരെ ശക്തമായ നിലപാടുള്ള ഭരണാധികാരിയായിരുന്നു ഇറാനിലെ ഷാ. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റത്തിൽ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ടായിരുന്നത് സ്വാഭാവികമാണ്. എങ്കിലും അദ്ദേഹം പാകിസ്ഥാനോട് ഇന്ത്യക്ക് സൈനിക സഹായം നൽകാൻ രേഖാമൂലം ആവശ്യപ്പെട്ടു എന്നതിന് നെയ്യാറുടെ പുസ്തകം, കുൽദീപ് നെയ്യാറുടെ പുസ്തകത്തിലല്ലാതെ അതിന് പുറത്ത് മറ്റു തെളിവുകളൊന്നുമില്ല. വാസ്തവത്തിൽ 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാതിരിക്കാൻ പ്രധാന കാരണം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കർശനമായ ഇടപെടലായിരുന്നു. അതിലും അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനെ ഫോൺ വിളിച്ച് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു കാരണവശാലും ഈ സമയം മുതലെടുത്ത് ഇന്ത്യയെ ആക്രമിക്കരുതെന്ന്. മാത്രമല്ല രാജേന്ദ്രനും ഫക്രുദ്ദീനും ഈ വീഡിയോകളിൽ ഉടനീളം തെറി വിളിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാര് ഈ കോൺസ്പിറസി തീരെ അടിച്ചു വിടുകയാണ്. അപ്പൊ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അതിന്റെ പുറകിലുള്ളത് ഇവാഞ്ചലിസ്റ്റുകളാണ്. ഞങ്ങളെ പോലെയൊക്കെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ, ഇവാഞ്ചലിസം പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെയൊക്കെ പുറകിൽ നിന്നാണ് ഇവന്മാർ തള്ളിവിടുന്നതിനകത്ത്. അപ്പൊ ഇവര് പറയുന്ന അതേ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ് 1962 ഇന്ത്യക്ക് ഏറ്റവും വലിയ സൈനിക സഹായം നൽകിയത്. മനസ്സിലായോ? ഇന്ത്യക്ക് അന്നത്തെ ആ യുദ്ധത്തില് വേണ്ടുന്ന എല്ലാ സൈനിക സഹായവും നൽകിയത് അമേരിക്കയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ മുന്നേറ്റം തടയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അമേരിക്കൻ വ്യോമസേനയുടെ സഹായം നേരിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ യഥാർത്ഥ രക്ഷകരായ അമേരിക്കയെ മറച്ചുവെച്ച് പകരം ഇറാനെയും ഇറാനിലെ ഷായെയും അവിടെ കൊണ്ടുവന്നു വെക്കാൻ പന്തളൻ രാജേന്ദ്രൻ ശ്രമിക്കുന്നത് അവന്റെയൊക്കെ അജണ്ട വേറെ ആയതുകൊണ്ടാണ്. മനസ്സിലായ? ഇവന്മാരുടെയൊക്കെ അജണ്ട വേറെയാണ്. നമ്മളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ബ്രൂസ് റീഡൽ രചിച്ച് 2015 ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ച JFK's ഫോർഗോട്ടൺ ക്രൈസിസ്, ടിബറ്റ്, ദ CIA ആൻഡ് സിനോ ഇന്ത്യൻ വാർ എന്ന പുസ്തകത്തിൽ അമേരിക്കൻ സൈനിക സഹായം എങ്ങനെയാണ് ഇന്ത്യയെ അന്ന് രക്ഷിച്ചതെന്ന് വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. കുൽദീപ് നയ്യാരെ പോലെ പത്രപ്രവർത്തകനൊന്നുമല്ല ഈ ബ്രൂസ് റീഡൽ.
അദ്ദേഹം മുൻ CIA അനലിസ്റ്റ് ആണ്. CIA അനലിസ്റ്റ്. അതുകൊണ്ട് തന്നെ പല രേഖകളും, പൊതുജനങ്ങൾക്ക് ലഭ്യമാകാത്ത പല രേഖകളും പരിശോധിച്ച് നോക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ പുസ്തകത്തിന് കുൽദീപ് നയ്യാറുടെ പുസ്തകത്തെക്കാൾ ആധികാരികത കൂടും. എന്നാലും അത് ഒരു സ്വകാര്യ വ്യക്തി പ്രസിദ്ധീകരിച്ച പുസ്തകം മാത്രമാണ്. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖയൊന്നും അല്ലല്ലോ, ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖയല്ല. അതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് രേഖകൾ തന്നെ പരിശോധിക്കാം. കാരണം ഞാൻ ഈ പുസ്തകത്തിൽ നിന്നുള്ള തെളിവ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ പറയാൻ പോകുന്നത് കുൽദീപ് നയ്യാറുടെ പുസ്തകം പോലെ തന്നെ ഒരു പുസ്തകമേ ഉള്ളൂ അത് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകത്തിന്റെ പേര് പറഞ്ഞ് താല്പര്യമുള്ളവര് വായിക്കുക. എന്നാൽ അത് തന്നെ വേണമെന്നില്ല, നമുക്ക് രേഖകൾ പരിശോധിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയോട് യുദ്ധവിമാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ അതീവ രഹസ്യമായ 2 കത്തുകൾ, അതായത് ടോപ്പ് സീക്രട്ട് ആയിരിക്കുന്ന ലെറ്റേഴ്സ്, ഇത് 1962 നവംബർ 19 ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്. നവംബർ 19 അല്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഗവൺമെന്റ് ഈ രേഖകളുടെ രഹസ്യ സ്വഭാവം നീക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി, പൊതുജനങ്ങൾക്കായിട്ട് പ്രസിദ്ധീകരിച്ചു. അമേരിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ക്ലാസിഫൈഡ് ഇതിലേക്ക് മാറ്റൂ ഇത്തരം രേഖകൾ. 50 വർഷത്തേക്ക് ഇത് ക്ലാസിഫൈഡ് ചെയ്ത് വെക്കും. ക്ലാസിഫൈ ആണ്, പിന്നെ പൊതുജനത്തിന് കിട്ടുമൊന്നുമില്ല. 50 വർഷം കഴിയുമ്പോൾ പിന്നെ ഡീക്ലാസിഫൈഡ് ചെയ്യും, പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. അപ്പൊ അങ്ങനെയാണ് ഇതും വന്നിരിക്കുന്നത്. 1962 കഴിഞ്ഞ് 2012 ആയപ്പോ 50 വർഷം തികഞ്ഞു, ഇവർ ഡീക്ലാസിഫൈഡ് ചെയ്തു. അങ്ങനെ ഈ വിവരങ്ങൾ പുറം ലോകത്തിന് കിട്ടി. ചൈനീസ് മുന്നേറ്റം തടയാൻ ഇന്ത്യക്ക് 12 സ്ക്വാഡ്രൺ സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളും, അതായത് F-104 യുദ്ധവിമാനങ്ങൾ, അതുപോലെ 2 സ്ക്വാഡ്രൺ B-47 ബോംബർ വിമാനങ്ങൾ, ഇതൊക്കെ വേണമെന്ന്, അടിയന്തിരമായിട്ട് വേണമെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകണമെന്ന് നെഹ്റു ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇത് പറത്താനുള്ള സാങ്കേതിക കഴിവ് ഞങ്ങളുടെ പൈലറ്റുമാർക്ക് ഇല്ലാത്തത് കൊണ്ട് അമേരിക്കൻ പൈലറ്റുമാര് തന്നെ ഈ വിമാനങ്ങൾ പറത്തണമെന്നാണ് നെഹ്റു ആ കത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യയുടെ ആകാശത്തെ അമേരിക്കയുടെ പൈലറ്റുമാർ അമേരിക്കൻ വിമാനവുമായിട്ട് വരണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഓഫ് ദ ഹിസ്റ്റോറിയൻ വെബ്സൈറ്റിൽ ഈ കത്തുകളുടെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ കത്ത് കിട്ടും. പക്ഷെങ്കിലും ഞാൻ അതിൽ നിന്നുള്ള തെളിവ് എടുക്കുന്നില്ല. കാരണം ഇവന്മാർ പറയാം അത് അമേരിക്കൻ വെബ്സൈറ്റ് അല്ലേ, അമേരിക്കൻ സർക്കാരിന്റെ വെബ്സൈറ്റ് അല്ലേ, അപ്പൊ അത് അവന്മാര് ചുമ്മാ അടിച്ചു വിട്ടിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് തള്ളു. ഈ പൊട്ടന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്ന് നമുക്ക് അറിയാന്നേ. ഇവരുടെ പ്രേക്ഷകരെ, ഇപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി വ്യക്തമായ തെളിവുകളുടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. തെളിവുകളില്ലാതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ല. കാരണം ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണ്. ഞങ്ങളെ കേൾക്കാൻ ഇരിക്കുന്ന ആൾക്കാർ ബൗദ്ധികമായി ഇവരെക്കാളെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ളവരാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് തെളിവുകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ പ്രയാസമോ പ്രശ്നമോ ഒന്നുമില്ല. അറിയാം, പൊട്ടന്മാരാണ് ഇത് കേൾക്കാൻ വരുന്നത്, അതറിയാം. അപ്പൊ അതുകൊണ്ട് ഇവന്മാർ പറയും ഇതൊക്കെ അമേരിക്ക ചുമ്മാ തള്ളിയതാണെന്നും പറഞ്ഞ് ഇവന്മാർ നാളെ മറുപടി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതും ശരിയാണെന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ അമേരിക്കൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ ഇന്ത്യക്കാരുടെ, ഇന്ത്യ എന്നുള്ള സാധനം തന്നെ തരാം. ദ നെഹ്റു ആർക്കൈവ്. ഈ നെഹ്റു ആർക്കൈവ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ രചനകള്, അത് പുസ്തകങ്ങളായിട്ടുള്ളതായാലും കത്തുകളും മറ്റൊക്കെയുള്ള ഏതോ ആകട്ടെ, ലേഖനങ്ങളോ എന്തോ ആകട്ടെ, അത്തരം രചനകള്, പിന്നെ പ്രസംഗങ്ങള്, അതിന്റെ അനുബന്ധ രേഖകള്, പിന്നെ വീഡിയോകൾ, അതിൻ്റെതായ ദൃശ്യമായിട്ടുള്ള ഇത്, പിന്നെ ഓഡിയോകള്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ ലൈബ്രറി പ്രൊജക്റ്റ് ആണ് നെഹ്റു ആർക്കൈവ് എന്ന് പറയുന്നത്. ഇത് സൗജന്യമായിട്ട് നമുക്ക് കിട്ടും. ഇതിന് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നെഹ്റു ആർക്കൈവ്സ് ഏതൊരാൾക്കും ലഭ്യമാണ്. അതില് 1962 നവംബർ 19 അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയോട് ഇന്ത്യൻ പ്രധാനമന്ത്രി സഹായ അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എഴുതിയ കത്തുകൾ, അതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ അതിലെ 2ാമത്തെ കത്താണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ആ കത്ത് ഞാൻ പൂർണ്ണമായിട്ടല്ല എങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വായിക്കാം. ഇതൊക്കെ ആർക്കും പരിശോധിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഏത് സാധാരണക്കാരനും, ഏത് ബുദ്ധിയില്ലാത്തവനും, ഏതിന് ഫക്രുദ്ദീൻ അലിക്ക് വരെ പരിശോധിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യില്ല, ഫക്രുദ്ദീൻ അലി ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന നെഹ്റുവിന് നടത്തേണ്ടി വന്ന സാഹചര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഇവരുടെയൊക്കെ ചിന്ത, ഈ നെഹ്റുവിന്റെ അല്ലെങ്കിൽ അന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെയൊക്കെ ചിന്ത, ഏത് ശത്രു ഇന്ത്യയെ ആക്രമിച്ചാലും സോവിയറ്റ് യൂണിയൻ തങ്ങളെ സഹായിക്കാനുണ്ടാകും എന്നാണ്. ഇവരുടെ ചിന്ത അതായിരുന്നു. പക്ഷെ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ സഹായിച്ചില്ല. അതിന്റെ കാരണം ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ആ കാലത്ത്, ശീതയുദ്ധകാലത്ത്, ലോകം മുഴുവൻ കമ്മ്യൂണിസം കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ പിന്നെ ഇന്ത്യയും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തോടൊപ്പം അല്ലാതെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ സോവിയറ്റ് യൂണിയൻ എങ്ങനെ സാധിക്കും?
പറ്റില്ല. മാത്രമല്ല വേറൊരു വിഷയം നേരത്തെ പറഞ്ഞല്ല, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അപ്പൊ ആ കാര്യം നീറിപ്പുകഞ്ഞ് അമേരിക്കയുമായിട്ട് ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലാണ് സോവിയറ്റ് യൂണിയൻ ആ സമയത്ത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു യുദ്ധം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചൈനയുടെ പിന്തുണ സോവിയറ്റ് യൂണിയന് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന സോവിയറ്റ് യൂണിയൻ അന്ന് ചൈനയെ പിണക്കാൻ തയ്യാറായില്ല. മനസ്സിലായേ? അപ്പൊ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ പുറകീന്ന് കുത്തിയതോടെയാണ് ഒടുവിൽ ഗതികെട്ട് അതുവരെ താൻ എതിർത്തിരുന്ന പാശ്ചാത്യ ചേരിയുടെ നേതൃത്വം വഹിക്കുന്ന അമേരിക്കയോട് നെഹ്റുവിന് പരസ്യമായിട്ട് സഹായം ചോദിക്കേണ്ടി വന്നു. പരസ്യം മീൻസ് പബ്ലിക്കിൽ, അന്ന് ജനങ്ങൾ അറിയുന്ന പോലത്തല്ല, ടോപ്പ് സീക്രട്ട് ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ അമേരിക്കൻ ചേരിയിലുള്ള അവരുടെ ആ ഭരണാധികാരികൾ, അതിനകത്തുള്ള രാഷ്ട്ര നേതാക്കന്മാർക്കെല്ലാം അറിയാമായിരുന്നു ഈ കാര്യം, ഇങ്ങനെ കത്ത് അയച്ചു എന്നുള്ള കാര്യം. പരസ്യമായിട്ട് അവരുടെ ഇടയിൽ പരസ്യമായിരുന്നു അത്. പക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ്. അപ്പൊ ഇത് കേവലം ഞാൻ പറഞ്ഞില്ല, വെറും ഒരു സഹായമല്ല. അമേരിക്കൻ പൈലറ്റുമാർ വിമാനം പറത്തി ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിമാനം പറത്തി പോയിട്ട് ചൈനയിൽ പോകുമ്പോഴെന്നാണ് നെഹ്റു ആവശ്യപ്പെട്ടത്. മനസ്സിലായ? അപ്പൊ ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ യു ടേൺ ആയിരുന്നു. അതുവരെ പറഞ്ഞുകൊണ്ട് വന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ത്യ നിലപാടെടുത്തത്, അല്ലെങ്കിൽ നെഹ്റു നിലപാടെടുത്തത്. ഇനി നമുക്ക് ആ കത്ത് നോക്കാം. കത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ യുദ്ധമുഖത്ത് ഇന്ത്യ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നെഹ്റു പറയുന്നത്. ചൈനീസ് സൈന്യം വൻതോതിൽ മുന്നേറുന്നതോടെ ബ്രഹ്മപുത്ര താഴ്വര ഒന്നാകെ വലിയ ഭീഷണിയിലാണ്. ഈ ഒഴുക്കിനെ തടയാൻ ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അസം, ത്രിപുര, മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവ മുഴുവനായി ചൈനയുടെ കൈകളിലേക്ക് പോകും. നെഹ്റുവിന്റെ ഈ വരികളുടെ രാഷ്ട്രീയ പ്രാധാന്യം പന്തളം രാജേന്ദ്രനും ഫക്രുദ്ദീനും മനസ്സിലായോ? മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് എനിക്കറിയാം. ഇവരുടെ ബൗദ്ധിക നിലവാരം വെച്ച് ഇവർക്ക് ഇത് മനസ്സിലാക്കാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്ന് വിവരിച്ചു തരാം. ഒന്ന്, ചേരിചേരാ നയത്തിന്റെ തകർച്ച അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയാം. ഇന്ത്യ അന്ന് ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ചേരിചേരാ നയമുണ്ട്, നോൺ അലൈൻമെന്റ് എന്നുള്ളത്. അപ്പൊ ഈ കത്ത് എഴുതിയതോടെ, ഈ കത്തിയിൽ ഈ വരികൾ എഴുതിയതോടെ അത് അവസാനിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം. ലോക നേതാവായി ചമഞ്ഞ് നടന്നിരുന്ന നെഹ്റുവിന് ഇപ്പൊ ഇന്ന് വിശ്വഗുരു എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെയായിരുന്നു അന്ന് നെഹ്റു വലിയ കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞു നടന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നിലനിൽപ്പിനായിട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള സഹായം പരസ്യമായിട്ട്, പരസ്യം മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരിടയിലാണ് അത് പരസ്യമായിരിക്കുന്നത്, പബ്ലിക്കിന് അത് അറിയില്ല, യാചിക്കേണ്ടി വന്നു, സഹായം യാചിക്കേണ്ടി വന്നു. ഇത് ഇന്ത്യയുടെ അതുവരെയുള്ള വിദേശ നയത്തിന്റെ അട്ടർ ഫെയിലിയർ ആണ്, സമ്പൂർണ്ണ പരാജയം എന്ന് പറയാം. അതായിരുന്നു അത്. മാത്രമല്ല ഇത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് നേരിട്ട വലിയ ഭീഷണി കൂടിയായിരുന്നു ഇത്. അസം, ത്രിപുര, മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഉണ്ടല്ലോ, അത് ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോകുമെന്ന് ഇന്ത്യൻ ഭരണകൂടം ഭയപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. ആ വരികൾ കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ഒറ്റയ്ക്ക് ചൈനയെ തടയാൻ കഴിയില്ലെന്ന് നെഹ്റുവിന് മനസ്സിലായി എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് യഥാർത്ഥമായ സുഹൃത്ത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ സുഹൃത്താണെന്നൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിലും ഈ നിർണായകമായ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ കൈവിട്ടപ്പോ ഈ വീഡിയോയിൽ ഫക്രുദ്ദീനും രാജേന്ദ്രനും തെറിവിളിക്കുന്ന അമേരിക്ക മാത്രമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത്. അമേരിക്കൻ ഇടപെടൽ ഉറപ്പായതോടെയാണ് ചൈന പെട്ടെന്ന് യുദ്ധം നിർത്തി പിന്മാറിയത്. അതായത് ഇന്ത്യയുടെ ഭൂപടം ഇന്നും ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം ഈ പറയുന്ന അമേരിക്കൻ സഹായമാണ്. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് ഞാൻ പൂർണ്ണമായിട്ടും വായിക്കാം. ഒന്നാമത്തെ പാരഗ്രാഫ്, രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ വിടുന്നു, മൂന്നാമത്തെ പാരഗ്രാഫ് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം. ഇതുവരെ അത്യാവശ്യമായ ഉപകരണങ്ങൾക്ക് മാത്രമായി ഞങ്ങൾ ഞങ്ങളുടെ സഹായ അഭ്യർത്ഥനകൾ പരിമിതപ്പെടുത്തിയിരുന്നു. ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്ക് ഞങ്ങൾ അത്യന്തം നന്ദിയുള്ളവരാണ്. നെഹ്റു പറയാണ്, ഇതുവരെ ഞങ്ങൾക്ക് അമേരിക്ക നൽകിയ എല്ലാ സഹായങ്ങൾക്കും നന്ദിയുള്ളവരാണ്. ഇത് രണ്ടാമത്തെ കത്താണ്. മുമ്പത്തെ കത്തിലും സഹായപ്രദം നടത്തുന്നുണ്ട്. ആഗോളതലത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നാണ് സമഗ്രമായ സഹായം, പ്രത്യേകിച്ച് വ്യോമ സഹായം ഞങ്ങൾ ചോദിക്കാതിരുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളെ ധർമ്മസങ്കടത്തിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. നെഹ്റു ദശാബ്ദങ്ങളായി മുറുകെ പിടിച്ച ചേരിചേരാ നയത്തിന്റെ ദയനീയമായ തകർച്ചയെയാണ് ഈ വരികൾ അടയാളപ്പെടുത്തുന്നത്. ശീതയുദ്ധകാലത്ത് ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാകുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയന്നാണ് അതുവരെ ഇന്ത്യ വ്യോമസഹായം തേടാതിരുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കടന്നുകയറ്റം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചപ്പോൾ
തന്റെ രാഷ്ട്രീയ ആദർശത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ നെഹ്റു നിർബന്ധിതനായി. അമേരിക്കയെ പോലെ ഒരു സുഹൃത്തിനെ ധർമ്മസങ്കടത്തിലാക്കാൻ ആഗ്രഹിച്ചില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ കീഴടങ്ങലാണ് അവിടെ നാം കാണുന്നത്. മാത്രമല്ല, ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അന്ന് എത്രത്തോളം പരാജയപ്പെട്ടിരുന്നു എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് ഈ വരികൾ. ചൈനയെ തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്നും പാശ്ചാത്യ ശക്തികളുടെ നേരിട്ടുള്ള സൈനിക ഇടപെടലില്ലാതെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കഴിയില്ലെന്നും നെഹ്റു ഇവിടെ തുറന്നു സമ്മതിക്കുകയാണ്. ഈ കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് ഇന്ത്യയുടെ ഭൂപടം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും കൂടി ആ സംഘി ചാനലിൽ ഇരുന്ന് തള്ളിമറിച്ചതുപോലെ ഏതെങ്കിലും അവർ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, കോൺസ്പിറസി തിയറി കുറെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലത്തെ സംഗതികളല്ല. ഇറാന്റെ ഷാ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, മറിച്ച് നെഹ്റു തന്റെ രാഷ്ട്രീയ നയങ്ങൾ മാറ്റിവെച്ച് അമേരിക്കയോട് നടത്തിയ ഈ അടിയന്തര സഹായ അഭ്യർത്ഥനയിലൂടെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ ഭൂപടം ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പഴയ രാജ്യങ്ങളുടെയൊക്കെ ഭൂപടം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭൂപടം, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തെ ഇന്ത്യയുടെ ഭൂപടം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമല്ല, വേറെ ഭൂപടമാണ്. ഇന്ത്യ ഇന്നത്തെക്കാൾ കൂടുതൽ ഭൂമിയൊക്കെ ഉള്ള പ്രദേശമുണ്ട്, കുറഞ്ഞതോ അങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഭൂപടങ്ങളൊക്കെ ഇന്ന് ചരിത്രമായിട്ട് നമുക്ക് പഠിക്കാനേ കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് അതിനൊന്നും യാതൊരു വാല്യൂ ഇല്ല. മനസ്സിലായ? ഇന്നത്തെ ഭൂപടം നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപടം. ആ ഭൂപടം അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം അമേരിക്കയാണ്. രാജേന്ദ്ര, അതുപോലെ ഫക്രുദ്ദീനെ മനസ്സിലാക്കിക്കോ, അമേരിക്കയാണ് അതിന് കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഭൂപടം മാറിപ്പോയേനെ. കാശ്മീരും ഉണ്ടാവില്ല, അതുപോലെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ഇല്ലാത്ത ഒരു ഇന്ത്യയാണ്, ഇന്ത്യയുടെ ഭൂപടമാണ് എന്നുണ്ടാവുള്ളൂ. 4ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം തികച്ചും നിരാശാജനകമാണ്. നിരാശാജനകം, ഡെസ്പറേറ്റ് ആണ്. കിഴക്കൻ ഇന്ത്യ മുഴുവൻ ചൈന പിടിച്ചെടുക്കുന്നത് തടയണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ സമഗ്രമായ സഹായം ലഭിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്നേ ഞങ്ങൾക്ക് കൂടുതൽ സമഗ്രമായ സഹായം ലഭിക്കേണ്ടതുണ്ട്. ഈ സഹായം ലഭിക്കുന്നതിലുണ്ടാകുന്ന ഏത് കാലതാമസവും ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തത്തിന് കാരണമാകും. നെഹ്റുവിന്റെ ആ കത്തിലെ ഏറ്റവും ഹൃദയഭേദകവും എന്നാൽ രാഷ്ട്രീയമായി അതീവ ഗൗരവമുള്ളതുമായ വരികളാണിവ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണ സൈനിക പരാജയത്തിന്റെ തുറന്നു സമ്മതിക്കലാണ് ഈ വരികൾ. അതുവരെ ലോകത്തിന് മുന്നിൽ ചേരിചേരാ നയത്തിന്റെ വക്താവായി നിന്നിരുന്ന ചേരിചേരാ നയത്തിന്റെ ആ വക്താവായിട്ട് നിന്നിരുന്ന ഒരു പ്രധാനമന്ത്രി തന്റെ രാജ്യം ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലാണെന്നും വടക്ക് കിഴക്കൻ ഇന്ത്യ മുഴുവനായി ശത്രുവിന്റെ കൈകളിലേക്ക് പോകുമെന്നും നിസ്സഹായനായി വിലപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വരികളിൽ കണ്ടത്. കേവലം ഉപകരണങ്ങൾക്കപ്പുറം അമേരിക്കൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള ഇടപെടലില്ലാതെ ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം നെഹ്റു ഇവിടെ മനസ്സിലാക്കി അത് അംഗീകരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം തികച്ചും നിരാശാജനകമാണ് എന്ന വാചകം ഒരു ഭരണാധികാരി ഉപയോഗിക്കണമെങ്കിൽ അത് ആ രാജ്യത്തിന്റെ പരമാധികാരം എത്രത്തോളം അപകടത്തിലായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ വരികളുടെ രാഷ്ട്രീയ പ്രസക്തി ഈ ഫക്രുദ്ദീനെ പോലെയുള്ളവർ ഇന്ന് അധിക്ഷേപിക്കുന്ന അമേരിക്കയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ, കിട്ടിയില്ലായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്ന ആ വലിയ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. പറയുന്നുണ്ടല്ലോ, സഹായം ലഭിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ ദുരന്തമായിട്ട് മാറുന്നു. ആ ഇന്ത്യയുടെ ഭൂപടം മാറാൻ പോവുകയാണെന്ന് നെഹ്റു ഭയപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലാക്കി. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തുള്ള ഇന്ത്യയുടെ ഭൂപടം ഇനി ഉണ്ടാവുകയില്ല, അത് ചരിത്രത്തിലേക്ക് മാറും, പുതിയ ഭൂപടം വരാൻ പോവുകയാണ്. ഇത് നെഹ്റു മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചത്. അതായത് ഇന്ന് നാം കാണുന്ന അഖണ്ഡ ഭാരതം നിലനിൽക്കുന്നത് ഈ ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും തള്ളിമറിക്കുന്ന ഈ ഇറാനിലെ ഷായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടപെട്ട് സഹായിച്ചത് കൊണ്ടൊന്നുമല്ല, മറിച്ച് നെഹ്റുവിന്റെ ഈ അപേക്ഷ കേട്ട് അമേരിക്ക ഉടനടി ആയുധങ്ങളും വിമാനങ്ങളും അയച്ചതുകൊണ്ടാണ്. സ്വന്തം രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ച ആ ചരിത്ര സത്യത്തെ തമസ്കരിച്ച് അമേരിക്കൻ വിരുദ്ധത വിളമ്പുന്നവരുടെ കപടതയാണ് നെഹ്റുവിന്റെ ഈ വരികളിലൂടെ പുറത്തു വരുന്നത്. 5ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഞങ്ങളുടെ കരസേനയെ സഹായിക്കാൻ വ്യോമസേന ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾക്ക് ആവർത്തിച്ചു തോന്നിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ ഞങ്ങളുടെ വ്യോമ റഡാർ ഉപകരണങ്ങളുടെ അവസ്ഥയിൽ
ചൈനയുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വരി. ഞങ്ങളുടെ നിലവിലെ ഈ വ്യോമ റഡാർ ഉപകരണങ്ങളുടെ അവസ്ഥയിൽ ചൈനയുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് നെഹ്റുവിന്റെ കത്തിലെ ഏറ്റവും ദയനീയമായ കുറ്റസമ്മതമാണ്. നമ്മുടെ സൈന്യത്തിന്റെ അവസ്ഥ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അന്ന് എത്രത്തോളം തകർന്നു കിടക്കുകയായിരുന്നു എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു കുറ്റസമ്മതമാണിത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ആസൂത്രണത്തിലുണ്ടായ ഭീകരമായ പരാജയത്തിന്റെ തെളിവാണ് നെഹ്റു ഈ കത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ചൈനീസ് കരസേന ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുമ്പോൾ അവരെ നേരിടാൻ നമുക്കറിയാം, യുദ്ധത്തില് വ്യോമസേന വരും. ഈ വ്യോമസേന വന്ന് അവരുടെ മേലെ ബോംബിടും. ഇപ്പൊ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിലായാലും അതല്ലെങ്കിൽ ഇപ്പൊ ഇറാനില് കരസേന ഇറങ്ങിയിട്ട് പോലും വ്യോമസേന മാത്രമാണ്, അമേരിക്കയുടെ ആയാലും ഇസ്രായേലിന്റെ ആയാലും വ്യോമസേന മാത്രമാണ് അവിടെ ആക്രമണം നടത്തുന്നത്. അപ്പൊ കരസേന പോകുമ്പോൾ അത് കൂടുതലായിരിക്കും മുമ്പേ ഇങ്ങനെ എതിരെ വരുന്നവരെ ബോംബിട്ട് നശിപ്പിക്കുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സൈന്യം ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുമ്പോൾ അവരെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേനയെ ഉപയോഗിക്കാൻ പോലും നെഹ്റു ഭയപ്പെട്ടിരുന്നു. കാരണം നമ്മുടെ പക്കൽ അക്കാലത്തെ അത്യന്താധുനികമായ റഡാറുകളോ വിമാനങ്ങളോ ഇല്ലാത്തതിനാൽ നാം വ്യോമാക്രമണം നടത്തിയാൽ, വിമാനങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ട് അതിന് മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വിമാനങ്ങളും തിരിച്ചാക്രമണം നടത്തും. അപ്പൊ അവര് അവിടെ മാത്രമായിരിക്കില്ല ആക്രമിക്കുക. നമ്മൾ പോയിട്ട് ഇവരെ കരസേനയെ ആക്രമിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ചൈന കണ്ണീ ചോരയില്ലാത്ത ടീംസാണ്. കമ്മ്യൂണിസ്റ്റുകാര് നമുക്കറിയാം റഷ്യയിലും മറ്റിടത്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളത്. അപ്പൊ അവര് ഒരു മയമില്ലാതെ തിരിച്ചാക്രമിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ മാത്രമായിരിക്കില്ല. ഇവര് കൽക്കത്തയോ ഡൽഹിയോ മുംബൈയോ ചെന്നൈയോ ബാംഗ്ലൂരെ പോലെയൊക്കെയുള്ള നഗരങ്ങളിൽ ബോംബിടുമെന്നും അത് തടയാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നും നെഹ്റു ഇവിടെ തുറന്നു സമ്മതിക്കുകയാണ്. മനസ്സിലായേ? അതാണ് നെഹ്റു പറഞ്ഞത്, ഞങ്ങൾക്ക് റഡാർ സംവിധാനമോ അല്ലെങ്കിൽ വിമാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വ്യോമാക്രമണം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത്. ഹിന്ദി ചീനി ഭായി ഭായി എന്ന രാഷ്ട്രീയ വ്യാമോഹത്തിൽ മുഴുകി രാജ്യത്തിന്റെ അതിർത്തികളും ആകാശവും സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും അന്നത്തെ ഭരണകൂടം ഒരുക്കിയിരുന്നില്ല എന്ന കൈപ്പേറിയ സത്യമാണ് ഈ വരികളിൽ തെളിയുന്നത്. ഫക്രുദ്ദീനെ പോലെയുള്ളവർ അധിക്ഷേപിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോട് ഇന്ത്യയുടെ ആകാശം കാക്കാൻ നെഹ്റു യാചിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ചൈനയുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ നഗരങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കൻ വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും വേണമെന്ന് നെഹ്റു ആവശ്യപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരം മറ്റൊരു രാജ്യത്തിന്റെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയായിരുന്നു. മനസ്സിലായോ? ഈ ചരിത്രപരമായ നിസ്സഹായാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവന്മാര് അമേരിക്കൻ വിരുദ്ധത വിളമ്പുന്നത്. അന്ന് ഇവന്മാര് ഇന്ന് ഈ തെറി വിളിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഉണ്ടല്ലോ, അവര് പച്ചക്കൊടി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഭൂപടം മാത്രമല്ല നമ്മുടെ പല നഗരങ്ങളുടെ അവസ്ഥ പോലും മറ്റൊന്നാകുമായിരുന്നു. അതാണ് വസ്തുത. മനസ്സിലായി? അത് രാഷ്ട്രീയ സത്യമാണ്, ചരിത്ര സത്യമാണ്. അത് നെഹ്റുവിന്റെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ 6ാമത്തെ പാരഗ്രാഫ് വായിക്കാം. അതിനാൽ ചൈനീസ് മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഞങ്ങളുടെ വ്യോമ വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് അടിയന്തര പിന്തുണ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പരാജയവും അതിജീവനത്തിനായുള്ള കീഴടങ്ങലുമാണ് ഈ വരികളിൽ തെളിഞ്ഞു വരുന്നത്. പതിറ്റാണ്ടുകളായി നെഹ്റു കെട്ടിപ്പടുത്ത ചേരിചേരാ നയം പ്രായോഗികമായി തകരുകയും ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ പാശ്ചാത്യ ശക്തികളുടെ സൈനിക പിന്തുണ അത്യാവശ്യമാണെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത്. ഒരു സഹായമല്ല, മറിച്ച് ചൈനയുടെ മുന്നേറ്റത്തെ തടയാൻ ഞങ്ങളുടെ വ്യോമ വിഭാഗത്തെ ശക്തിപ്പെടുത്തുക, അഥവാ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ആകാശത്ത് വരണമെന്ന് നെഹ്റു ആവശ്യപ്പെടുകയാണ് ഇവിടെ, അല്ലെങ്കിൽ അപേക്ഷിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പരമാധികാരം ഒരു വലിയ വിദേശ ശക്തിയുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ കൈകളിലേക്ക് താൽക്കാലികമായി കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. ഞങ്ങളെ കൊണ്ട്, ഞങ്ങളുടെ സൈന്യത്തെ കൊണ്ട് ഞങ്ങളുടെ ജനങ്ങളെ, ഞങ്ങളുടെ നഗരങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമേരിക്കയുടെ വിമാനങ്ങൾ ഇവിടേക്ക് വരണം ഞങ്ങളെ സംരക്ഷിക്കാൻ എന്നാണ് നെഹ്റു ആവശ്യപ്പെടുന്നത്. ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ചേർന്ന ആ വീഡിയോയിൽ ഉടനീളം അധിക്ഷേപിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിനായിട്ടുള്ള യാചനയാണിത്. മനസ്സിലാകുന്നുണ്ടാ? ചൈനീസ് സൈന്യം അസമും മണിപ്പൂരും നാഗാലാൻഡും വിഴുങ്ങാൻ നിൽക്കുമ്പോൾ അവരെ തുരത്താൻ ഈ പറയുന്ന
ഇവർ കുറ്റം പറയുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ആയുധങ്ങൾ തന്നെ വേണമെന്ന് നെഹ്റു ഉറപ്പിച്ചു പറഞ്ഞു. കാരണം അവരെ തടയാൻ ഈ ആയുധങ്ങൾ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ ചരിത്ര സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവാഞ്ചലിസ്റ്റുകളും അമേരിക്കയുമാണ് ഇന്ത്യയുടെ ശത്രുക്കളെന്ന് ഇവിടെ ഇരുന്ന് തട്ടിവിടുന്നത്. ഞാൻ 7ാമത്തെ പാരഗ്രാഫ് വായിക്കാം. അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ഈ 7ാമത്തെ പാരഗ്രാഫാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. മതിയായ വ്യോമ പ്രതിരോധത്തിന് കുറഞ്ഞത് 12 സ്ക്വാഡ്രൺ സൂപ്പർ സോണിക് ഓൾ വെതർ ഫൈറ്ററുകൾ അത്യാവശ്യമാണെന്ന് എനിക്ക് ഉപദേശം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആധുനിക റഡാർ സംവിധാനങ്ങളുമില്ല. ഇതിനും ഞങ്ങൾ നിങ്ങളുടെ സഹായം തേടുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അടിയന്തിരമാണ്. ഞങ്ങളുടെ സൈനികർക്ക് പരിശീലനം ലഭിക്കുന്നതുവരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനാംഗങ്ങൾ തന്നെ ഈ ഫൈറ്ററുകളും റഡാർ സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കേണ്ടി വരും. ചൈനീസ് വ്യോമാക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നഗരങ്ങളെയും മറ്റ് കേന്ദ്രങ്ങളെയും സംരക്ഷിക്കുന്നതിനും വാർത്താവിനിമയ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും US ഉദ്യോഗസ്ഥർ പ്രവർത്തിപ്പിക്കുന്ന US ഫൈറ്ററുകളും ട്രാൻസ്പോർട്ട് വിമാനങ്ങളും തൽക്കാലം ഉപയോഗിക്കേണ്ടി വരും. ചൈനയുടെ വിതരണ ശൃംഖലകൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരെ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന നീക്കങ്ങൾക്ക് ചൈനീസ് പ്രത്യാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയെ US വിമാനങ്ങളും ഉദ്യോഗസ്ഥരും സഹായിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നെഹ്റുവിന്റെ ആ കത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ വരികളാണിവ. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി തന്റെ രാജ്യത്തിന്റെ പരമാധികാരം മറ്റൊരു വൻശക്തിക്ക് മുമ്പിൽ എത്രത്തോളം നിസ്സഹായമായി വെച്ചുകൊടുക്കുകയാണ് ചെയ്തതെന്ന് ഈ വരികൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ ആഴമേറിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ചെയ്യാവുന്ന അത്രയും ഇതിന്റെ രാഷ്ട്രീയപരമായിട്ട് വിശകലനങ്ങളുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും ചുരുക്കി ഞാൻ ഇതിനെ വിശകലനം ചെയ്യാം. ഒന്ന്, പരമാധികാരത്തിന്റെ താൽക്കാലികമായ അന്ത്യമായിരുന്നു സറണ്ടർ ഓഫ് സോവർജിനിറ്റി. അതായത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ നിമിഷമാണിത്. സ്വന്തം രാജ്യത്തിന്റെ ആകാശം സംരക്ഷിക്കാൻ വിദേശ സൈന്യത്തോടും വിദേശ പൈലറ്റുമാരോടും ആവശ്യപ്പെടുക വഴി ഇന്ത്യയുടെ പരമാധികാരം താൽക്കാലികമായി അമേരിക്കയ്ക്ക് നെഹ്റു അടിയറവ് വയ്ക്കുകയായിരുന്നു. അമേരിക്കൻ സൈനികർ തന്നെ വിമാനങ്ങളും റഡാറുകളും പ്രവർത്തിപ്പിക്കണം എന്ന് നെഹ്റു പറയുമ്പോൾ ഭാരതത്തിന്റെ സുരക്ഷാ ചുമതല പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കൈകളിലേക്ക്, അമേരിക്കൻ സൈന്യത്തിന്റെ കൈകളിലേക്ക്, അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിലേക്ക് നെഹ്റു കൈമാറ്റം ചെയ്യുകയായിരുന്നു. ഇത് ഏതൊരു ഭരണാധികാരിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയൊരു പരാജയമാണ്. നെഹ്റു ലോകത്തിന് മുമ്പിൽ വീരവാദം മുഴക്കിയിരുന്ന ചേരിചേരാ നയം ഈ വരികളോടെ ചവറ്റുകൊട്ടയിലായി എന്നുള്ളതാണ് സത്യം. ലോകത്തെ 2 ചേരികളായി വിഭജിച്ച ശീതയുദ്ധകാലത്ത് ഒരു ചേരിയുടെയും ഭാഗമാകില്ലെന്ന് പരസ്യമായി അങ്ങനെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന നെഹ്റുവിന് നിലനിൽപ്പിനായി അമേരിക്കൻ സൈനിക ചേരിയുടെ ഭാഗമാകേണ്ടി വന്നു. താൻ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ ആദർശങ്ങളെല്ലാം രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന കൈപ്പുള്ള സത്യമാണ് ഈ വരികളിൽ തെളിയുന്നത്. അതുപോലെ പ്രതിരോധ രംഗത്തെ ശൂന്യതയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. 12 സ്ക്വാഡ്രൺ സൂപ്പർസോണിക് വിമാനങ്ങളും ആധുനിക റഡാർ സംവിധാനങ്ങളും വേണമെന്ന് നെഹ്റു ആവശ്യപ്പെടുമ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എത്രത്തോളം ദുർബലമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം പ്രാകൃതമായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഞങ്ങളുടെ സൈനികർക്ക് പരിശീലനം പോലുമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പൈലറ്റുമാർക്ക് പരിശീലനം പോലുമില്ല എന്ന തുറന്നു പറച്ചിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള 15 വർഷം, 1947 സ്വാതന്ത്ര്യം നേടുന്നു, 15 കൊല്ലം കഴിഞ്ഞ് 62-ലാണ് യുദ്ധം വരുന്നത്. അപ്പൊ ഈ 15 കൊല്ലം രാജ്യം പ്രതിരോധ രംഗത്ത് എത്രത്തോളം അനാസ്ഥ കാണിച്ചു എന്നതിന്റെ രാഷ്ട്രീയ തെളിവാണ്. ഈ ചേരിചേരാ നയമൊക്കെ പറഞ്ഞ് ഹിന്ദി ചീനി ബായി ബായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് നെഹ്റു ചിന്തിച്ചില്ല ഇവരിങ്ങനൊരു പണി കാണിക്കുമെന്നുള്ളത്. നെഹ്റുവിന്റെ മനസ്സിൽ ഞങ്ങൾ സോവിയറ്റ് യൂണിയനോട് അടുത്ത സൗഹൃദം പുലർത്തുന്നു, സോവിയറ്റ് ചേരിയിലില്ല, എങ്ങും ഇല്ലാന്നും പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ വർത്തമാനം കൊണ്ടേ ഇല്ലാത്തതുള്ളൂ, ഫലത്തില് സോവിയറ്റ് ചേരി തന്നെയാണ് ഇന്ത്യ ഉണ്ടായിരുന്നത്, അത് വേറെ കാര്യം. അപ്പോ കമ്മ്യൂണിസ്റ്റ് ചൈന ഞങ്ങളുമായിട്ട് അടുത്ത ബന്ധത്തിലാണ്, ഹിന്ദി ചീനി ബായി ബായി എന്നൊക്കെ പറഞ്ഞ് നടന്ന അങ്ങനെ ഒരു വ്യാമോഹത്തിൽപ്പെട്ട് നടക്കുകയായിരുന്നു വാസ്തവത്തില് നെഹ്റു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നെഹ്റു അതിനെ അവഗണിച്ചു. ഇത് ഇപ്പൊ സംഖ്യകളൊക്കെ ഉയർത്തുന്ന ആരോപണമാണ്. പക്ഷെ ആരോപണം വസ്തുത തന്നെയാണ്, സത്യമാണ്. അതിന് മറ്റൊരു ആരോപണം സത്യമാണെന്നുള്ളതിന് വേറൊരു തെളിവ് ആവശ്യമില്ല.
ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം പറയുന്നത് സത്യം പറയുന്നത് സംഖ്യയാണെങ്കിലും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം പറയുന്ന ആരാണ് പറയുന്നത് എന്നുള്ളതല്ല, പറയുന്ന കാര്യം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ കത്ത് തന്നെ തെളിയിക്കുന്നുണ്ട് ഇന്ത്യയുടെ സുരക്ഷ ഒരുക്കുന്നതിൽ നെഹ്റു ഭരണകൂടത്തിന്റെ പരാജയം എന്നുള്ളത്. പിന്നെ ഇതിന്റെ അടുത്ത ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന രക്ഷകന്റെ രംഗപ്രവേശമാണ്. രക്ഷകൻ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും. ഇന്ത്യയുടെ രക്ഷകൻ എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും. കാരണം ആ വീഡിയോയിൽ ഈ ഫക്രുദ്ദീൻ അലി ഇന്ത്യയെയും ലോകത്തെയും നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് ആരോപിക്കുന്ന അതേ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോടാണ് നമ്മുടെ പ്രധാനമന്ത്രി സഹായം അഭ്യർത്ഥിച്ചത്. ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളെ, കൽക്കത്ത ആയാലും മുംബൈ ആയാലും മദ്രാസ് ആയാലും ഡൽഹി ആയാലും ഹൈദരാബാദ് ആയാലും ബാംഗ്ലൂർ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാന നഗരങ്ങളെയും അതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും ചൈനീസ് ബോംബിങ്ങിൽ നിന്ന് സംരക്ഷിക്കാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വരണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു. അതായത് ഇന്ന് ഈ ഫക്രുദ്ദീൻ അലിയൊക്കെ ആക്ഷേപിക്കുന്ന ആ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അഥവാ അമേരിക്കൻ സൈനിക ശക്തിയാണ് അന്ന് ഭാരതത്തിന്റെ നഗരങ്ങൾ ചാരമാകുന്നത് തടഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ബോംബിങ്ങിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ബോംബർ വിമാനങ്ങൾ വന്ന് നമ്മുടെ നഗരങ്ങൾ ചുട്ട് ചാമ്പലാക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ഇവരവിടെ ഇരുന്ന് കുറ്റം പറയുന്ന അതേ അമേരിക്കൻ സൈന്യം തന്നെയാണ്. അപ്പോ ഈ ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം കൈപ്പടയിൽ അമേരിക്കൻ പ്രസിഡന്റിന് അയച്ച കത്ത് നമ്മുടെ മുമ്പാകെയുണ്ട്. അതിൽ പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഇവിടെ ഉണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് വിമാനം പറത്താൻ ശരിയായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല എന്നും അമേരിക്കൻ പൈലറ്റുമാർ വന്ന് ഇന്ത്യയുടെ ആകാശം കാക്കണമെന്നുമാണ്. നിങ്ങൾ ഈ പറയുന്ന യുവാഞ്ചലിസ്റ്റ് ഗൂഢാലോചനക്കാരും മിലിറ്ററി കോംപ്ലക്സുകാരും അന്ന് സഹായിച്ചത് കൊണ്ടാണ് മണിപ്പൂരിലും നാഗാലാൻഡിലും അസമിലും മിസോറാമിലും ഹിമാചൽ പ്രദേശിലും സിക്കിമിലും ഒക്കെ ഇന്നും ഇന്ത്യൻ പതാക, ഇന്ത്യയുടെ ത്രിവർണ പതാക മാറുന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ അതൊക്കെ പണ്ടേ കൈവിട്ടു പോയനെ. ചരിത്രം പഠിക്കാത്ത ഫക്രുദ്ദീനെ പോലെയുള്ളവർ JNU പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇമാതിരി ഓരോരോ തള്ളുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചരിത്രം അറിയാവുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. മനസ്സിലായി? അത് നിങ്ങൾ മറന്നു പോകരുത്. ഇനി 9ാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കാം. ചൈനീസ് അധിനിവേശക്കാരുടെ കൈകളിലുള്ള ഞങ്ങളുടെ പ്രദേശങ്ങൾ ഓരോന്നായി മോചിപ്പിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ വൈകാതെ തന്നെ ചൈനീസ് താവളങ്ങളെയും വ്യോമ താവളങ്ങളെയും ആക്രമിച്ച് നിർവീര്യമാക്കേണ്ടി വരും. ഇതിനായി B-47 വിഭാഗത്തിൽപ്പെട്ട 2 സ്ക്വാഡ്രൺ ബോംബർ വിമാനങ്ങൾ നൽകി സഹായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പരിശീലനം നൽകുന്നതിനായി ഞങ്ങളുടെ പൈലറ്റുമാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉടൻ തന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നെഹ്റുവിന്റെ കത്തിലെ ഏറ്റവും ആക്രമണാത്മകമായ വരികളാണിവ. കേവലം പ്രതിരോധത്തിനപ്പുറം ചൈനയെ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നതിന്റെയും അതിനായി അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ അനിവാര്യമാണെന്ന് നെഹ്റു ഉറപ്പിച്ചു പറയുന്നതിന്റെയും രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നെഹ്റുവിന്റെ ഈ വരികൾ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലുണ്ടായ ഏറ്റവും വലിയ തന്ത്രപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ്. കേവലം അതിർത്തി സംരക്ഷിക്കുക എന്നതിലുപരി ചൈനീസ് താവളങ്ങളെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ, നേരിട്ട് ആക്രമിച്ചു തകർക്കാൻ B-47, അതായത് സ്ട്രാറ്റോ ജെറ്റ് എന്ന് പറയുന്ന B-47 അതുപോലെയുള്ള തന്ത്രപ്രധാനമായ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ നെഹ്റു ആവശ്യപ്പെടുന്നത് യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ തെളിവായിരുന്നു. തന്റെ ദീർഘകാല രാഷ്ട്രീയ ആദർശമായ ചേരിചേരാ നയത്തെക്കാൾ രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം നെഹ്റു ഇവിടെ പരസ്യമായി അംഗീകരിക്കുകയാണ്. സ്വന്തം പൈലറ്റുമാരെ, നമ്മുടെ ഇന്ത്യയിലെ പൈലറ്റുമാരെ അമേരിക്കയിലേക്ക് അയച്ച് പരിശീലനം നൽകണമെന്ന് നെഹ്റു ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ സൈനിക ഭാവി താൽക്കാലികമായി അമേരിക്കയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയമായ പ്രസക്തി. ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ചേർന്ന് ഈ വീഡിയോയിൽ ഉടനീളം അധിക്ഷേപിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ഞാനിത് ആവർത്തിച്ച് പറയും, നിങ്ങൾക്ക് ഒരുപക്ഷെ ആവർത്തന വിരസതയായിട്ട് തോന്നാം, നിങ്ങൾ ആ വീഡിയോ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. അമ്മാതിരി കുറ്റമാണ്. അതായത് അതിനെ കുറ്റം പറയുന്നത് നമുക്ക് പ്രശ്നമൊന്നുമല്ല, അമേരിക്കയിലെ സൈന്യത്തെ കുറ്റം പറയുന്നത് എന്ത് പറഞ്ഞാലും നമുക്കത് വിഷയമൊന്നുമല്ല. പക്ഷെ യുവന്മാർ പറഞ്ഞു വെക്കുന്നത് അതിന്റെ പുറകിലുള്ളത് യുവാഞ്ചലിക്കൽ ലോബിയാണ്, യുവാഞ്ചലിസ്റ്റുകളാണെന്നാണ്.
മനസ്സിലായോ? സുവിശേഷം അറിയാം, ലോകത്ത് സുവിശേഷം അറിയിക്കാൻ നടക്കുന്ന ഇവാഞ്ചലിസ്റ്റുകളില്ലേ, അവരാണ് ഈ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പുറകിലുള്ളതെന്നാണ് ഇവനൊക്കെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഈ കാര്യം പറയുന്നത്. നിങ്ങളത് ആവർത്തന വിളിച്ചതാന്ന് വിചാരിച്ച് നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട, വേറെ നിവൃത്തിയില്ലാതെ ഇത് ആവർത്തിച്ച് പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അത് പറയും, മനസ്സിലായ? അപ്പൊ ഇവരെപ്പോഴും അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞ ആ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോടുള്ള ഭാരതത്തിന്റെ അടിയന്തിരമായ രാഷ്ട്രീയ വിധേയത്വമാണ് ഈ വരികളിൽ തെളിയുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനീസ് അധിനിവേശക്കാരെ തുരത്താൻ ഈ പറയുന്ന അമേരിക്കൻ ബോംബറുകൾ തന്നെ വേണമെന്ന് നെഹ്റു ഉറപ്പിച്ചു പറഞ്ഞു. ഇവാഞ്ചലിസ്റ്റുകളും അമേരിക്കയുമാണ് ഇന്ത്യയെ തകർക്കാൻ നോക്കുന്നത് എന്ന് യുവന്മാർ അവിടെ ഇരുന്ന് തട്ടിവിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അന്ന് ഇന്ത്യയുടെ നിലനിൽപ്പിനായി നെഹ്റു കൈനീട്ടിയത് ഇവാഞ്ചലിസ്റ്റുകൾ നിയന്ത്രിക്കുന്നതായി ഇവർ ആരോപിക്കുന്ന അതേ അമേരിക്കയുടെ മുൻപിലാണെന്ന സത്യം അത് ഇവര് സമർത്ഥമായിട്ട് മറച്ചു പിടിക്കുകയാണ്. അന്ന് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്കായി നെഹ്റു നടത്തിയ ഈ അഭ്യർത്ഥനയാണ് ചൈനയെ ഭയപ്പെടുത്തിയതും അവരെ ഏകപക്ഷീയമായി പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത്. നമ്മുടെ രാജ്യത്തെ വിഭജനത്തിൽ നിന്ന് രക്ഷിച്ച, വിഭജനം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് വിഭജിച്ചു പോവുമായിരുന്നു, മാത്രമല്ല ഈ തക്കം മുതലെടുത്ത് പാകിസ്ഥാൻ കാശ്മീർ ആക്രമിക്കാനും പദ്ധതി ഉണ്ടായിരുന്നു. അപ്പൊ അത് വരുമ്പോ കാശ്മീരും പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ വിഭജനത്തിൽ നിന്ന് രക്ഷിച്ച ഒരു രക്ഷകനെയാണ് ഇവര് ശത്രുക്കളായിട്ട് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത്. അതിന്റെ അപഹാസ്യത മനസ്സിലാക്കാൻ ഈ സംഘി രാജേന്ദ്രനും സുഡാപ്പി ഫക്രുദ്ദീനും കഴിയാത്തതിൽ എനിക്ക് ഒട്ടും അത്ഭുതം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അവരുടെയൊക്കെ അജണ്ട വേറെയാണ്. അതുകൊണ്ടാണ് ഇവര് മുൻപാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ABC ചാനലിൽ വരില്ല. ഇപ്പൊ നമ്മുടെ വിശ്വഗുരു മോഡിയും അതുപോലെ ട്രംപും തമ്മിൽ തെറ്റിയതോടുകൂടി അമേരിക്ക ഇന്ത്യയും തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവന്മാര് ഈ സാധനം ഇറക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ABC വരില്ലായിരുന്നു. അപ്പൊ ഇവര് ഈ അജണ്ടകൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്നവരാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് എപ്പോഴും ഒരു നിലപാടേ ഉള്ളൂ, സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത്. ചരിത്രം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് വസ്തുതയാണോ സത്യമാണോ എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതും ഞങ്ങളെ പ്രതിരോധത്തിലാക്കുന്നതുമായിരിക്കും. പക്ഷെ എന്നാലും ചരിത്രത്തിൽ അത് നടന്നിട്ടുണ്ടെങ്കിൽ നടന്നു എന്ന് തന്നെ ഞങ്ങൾ സമ്മതിക്കും. അതിനെ മറയ്ക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ അതിന്റെ മുകളിൽ ഞങ്ങൾ വെക്കില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി കളയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ 10ാമത്തെ പാരഗ്രാഫ് വായിക്കാം. ചൈനീസ് ഭീഷണി എന്നത് ഇന്ത്യയുടെ അതിജീവനം മാത്രമല്ല, ഈ ഉപഭൂഖണ്ഡത്തിലെയോ ഏഷ്യയിലെയോ സ്വതന്ത്ര രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ചൈനീസ് അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഉപഭൂഖണ്ഡത്തിലെയോ ഏഷ്യയിലെയോ രാജ്യങ്ങൾ തമ്മിലുള്ള ചെറിയ അതിർത്തി തർക്കങ്ങൾക്കോ ആഭ്യന്തര കലഹങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങളുടെ ഈ വലിയ പ്രതിസന്ധി നേരിടാൻ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹായങ്ങളും ഉപകരണങ്ങളും ചൈനീസ് പ്രതിരോധത്തിനായി മാത്രമേ ഉപയോഗിക്കൂ എന്ന് ഞാൻ പ്രത്യേകം ഊന്നി പറയുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ വിശദീകരിച്ചു തരാം പുറകെ. പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ അയച്ച കത്തിലും ഞാൻ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കത്തിന്റെ ഒരു പകർപ്പ് താങ്കൾക്ക് നൽകാൻ ഞാൻ ഞങ്ങളുടെ അംബാസഡറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെഹ്റുവിന്റെ ആ അതീവ രഹസ്യ കത്തിലെ ഈ വരികൾ ഒരു സഹായാഭ്യർത്ഥനയല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഇളകിയ ഒരു നിമിഷത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അപ്പൊ ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യം 3 പ്രധാന തലങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രാദേശിക തർക്കങ്ങളെക്കാൾ വലിയ ഭീഷണി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കടന്നുകയറ്റം ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലെന്നും അത് ഏഷ്യയിലെ മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങളുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണെന്നും നെഹ്റു ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ വാദിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ വിപുലീകരണവാദം ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന അമേരിക്കയുടെ അതേ ഭാഷയാണ് നെഹ്റു ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായ? അവരുടെ അതേ ഭാഷ തന്നെ. പാകിസ്ഥാനുമായുള്ള കശ്മീർ തർക്കമോ മറ്റ് ആഭ്യന്തര കലഹങ്ങളോ ചൈനീസ് ഭീഷണിക്ക് മുമ്പിൽ ഒന്നുമല്ലെന്ന് പറയുന്നതിലൂടെ അമേരിക്കയുടെ അടിയന്തിരമായ ഇടപെടൽ ഉറപ്പാക്കാൻ നെഹ്റു ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ കത്തിലെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഭാഗം ഇതാണ്. പാകിസ്ഥാൻ അന്ന് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. അപ്പൊ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയാൽ, അമേരിക്ക ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയാൽ അത് തങ്ങളുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുമോ എന്ന് അമേരിക്കയ്ക്ക് ഭയമുണ്ടായിരുന്നു. ആ ഭയം മാറ്റാനാണ് നിങ്ങൾ തരുന്ന ആയുധങ്ങൾ ചൈനയ്ക്കെതിരെ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ എന്ന് നെഹ്റു ഉറപ്പു കൊടുക്കുന്നത്. പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാന് താൻ കത്തെഴുതിയ കാര്യം കന്നഡിയെ അറിയിക്കുന്നതിലൂടെ പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തണമെന്ന് നെഹ്റു പരോക്ഷമായി ആവശ്യപ്പെടുകയായിരുന്നു. മാത്രമല്ല, മൂന്നാമത്തെ ഇതിന്റെ ഈ വിശകലനത്തിൽ തെളിഞ്ഞു വരുന്ന മൂന്നാമത്തെ സത്യം എന്ന് പറയുന്നത് അമേരിക്കൻ രക്ഷാകവചത്തിനായുള്ള
ഇന്ത്യയുടെ യാചനയാണ്. ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ചേർന്ന് ഈ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്ന നുണയാണ് ഇറാനിലെ ഷാ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാതിരുന്നത് എന്നുള്ള കാര്യം. എന്നാൽ നമ്മൾ ഈ വരികൾ വായിക്കുമ്പോൾ ആ കള്ളത്തരം താനേ പൊളിഞ്ഞു പോവുകയാണ്. ഇന്ത്യയെ സംരക്ഷിക്കാൻ അമേരിക്കയോട് ആയുധം ചോദിക്കുന്ന നെഹ്റു അതോടൊപ്പം തന്നെ താൻ പാകിസ്ഥാനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് വാക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ നെഹ്റു ആശ്രയിച്ചത് അമേരിക്കയെയാണ്, അല്ലാതെ ഇവന്മാര് പറയുന്നത് പോലെ ഇറാനെയല്ല, ഇറാനിലെ ഷായെയുമല്ല, ജോൺ എഫ് കെന്നഡിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഫക്രുദ്ദീൻ അലിയും പന്തളം രാജേന്ദ്രനും രണ്ട് ചെവിയും തുറന്നു വെച്ചിരുന്ന് കേട്ടോ. നിങ്ങൾ പറയുന്നത് പോലെ ഇറാനിലെ ഷാ ഇടപെട്ടതൊന്നുമല്ല ചരിത്രം. നെഹ്റുവിന്റെ കത്ത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ മുമ്പാകെയുണ്ട്, പബ്ലിക് ഡൊമൈനിൽ അത് ലഭ്യമാണ്, ആർക്കും വായിക്കാം. അപ്പൊ ആ കത്തിൽ അദ്ദേഹം അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾ തരുന്ന ആയുധം ഞങ്ങൾ ചൈനയ്ക്കെതിരെ മാത്രമേ ഉപയോഗിക്കൂ എന്ന്. പാകിസ്ഥാനെ ഈ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റിനോട് കാല് പിടിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. ഇന്ത്യയുടെ അതിജീവനം അമേരിക്കയുടെ കയ്യിലാണെന്ന് നെഹ്റു സമ്മതിച്ച ഈ രേഖകൾ നമ്മുടെ മുമ്പാകെ ഉണ്ടായിരിക്കെ എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്? കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി, പക്ഷെ മറുവശത്ത് ചിന്തിക്കുന്ന മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ വില പോയില്ലേ? നിങ്ങൾ ഈ JNU പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഞാൻ 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആണെന്നേ, 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ആയ ഞാൻ വന്നിട്ട് നിങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പാകെ നിങ്ങളുടെ വില എത്രത്തോളം ഇടിഞ്ഞത് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഇനി 11ാമത്തെ പാരഗ്രാഫ്, ഇതാണ് അതിന്റെ അവസാനത്തെ പാരഗ്രാഫ്, അത് ഞാൻ വായിക്കാം. ഞങ്ങളുടെ ഈ പരീക്ഷണ ഘട്ടത്തിൽ ഞങ്ങളുടെ അതിജീവനത്തിനും ഈ ഉപഭൂഖണ്ഡത്തിന്റെയും ഏഷ്യയുടെയും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മഹത്തായ രാജ്യം, പ്രത്യേകം ശ്രദ്ധിക്കണം, യുവർ ഗ്രേറ്റ് കൺട്രി, നിങ്ങളുടെ മഹത്തായ രാജ്യം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ചൈനീസ് വിപുലീകരണവാദവും ആക്രമണാത്മകമായ സൈനികാധിപത്യവും ഉയർത്തുന്ന ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പോരാടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആദരവോടെ നിങ്ങളുടെ വിശ്വസ്തൻ ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ ആ അതീവ രഹസ്യ സ്വഭാവമുള്ള കത്തിന്റെ സമാപ്തി കുറിക്കുന്ന ഈ വരികൾ കേവലം ഒരു സഹായാഭ്യർത്ഥനയല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ ആത്മീയവും രാഷ്ട്രീയവുമായ കീഴടങ്ങൾ കൂടിയാണ്. ഈ വരികളിൽ നെഹ്റു ഉപയോഗിക്കുന്ന നിങ്ങളുടെ മഹത്തായ രാജ്യം, യുവർ ഗ്രേറ്റ് കൺട്രി എന്ന പ്രയോഗം അതീവ ശ്രദ്ധേയമാണ്. ശീതയുദ്ധകാലത്ത് അമേരിക്കൻ സാമ്രാജ്യത്വത്തെയും മുതലാളിത്തത്തെയും എന്നും സംശയത്തോടെ മാത്രം കണ്ടിരുന്ന നെഹ്റു ഇന്ത്യയുടെ അതിജീവനം അപകടത്തിലായപ്പോൾ അതേ അമേരിക്കയെ ഗ്രേറ്റ് കൺട്രി എന്ന് വിളിച്ച് ആദരിക്കാൻ തയ്യാറായി. ചൈനീസ് കടന്നുകയറ്റത്തെ വിപുലീകരണവാദമെന്നും ആക്രമണാത്മക സൈനികാധിപത്യം, അഗ്രസീവ് മിലിറ്ററിസം എന്നും നെഹ്റു വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ശീതയുദ്ധകാലത്തെ അമേരിക്കൻ ചേരിയുടെ വെസ്റ്റേൺ ബ്ലോക്കിന്റെ രാഷ്ട്രീയ ഭാഷയാണ് സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയെ തകർക്കാൻ ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ, ജനാധിപത്യ രാജ്യം എന്നുള്ളത് കൂടി ഇവന്മാരുടെ ഇവാഞ്ചലിസ്റ്റ് രാജ്യം, അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, ആ ഇവാഞ്ചലിസ്റ്റ് ലോബികൾ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സഹായം അനിവാര്യമാണെന്ന രാഷ്ട്രീയ തിരിച്ചറിവാണ് നെഹ്റുവിടെ വെളിപ്പെടുത്തുന്നത്. ഈ പോരാട്ടത്തിൽ ചൈനയുടെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല എന്ന് നെഹ്റു പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ പ്രതിജ്ഞയുടെ നട്ടെൽ എന്ന് പറയുന്നത്, അതിന്റെ പുറകിൽ അതിന്റെ പിൻബലം എന്ന് പറയുന്നത് അമേരിക്കൻ സൈനിക പിന്തുണയായിരുന്നു. മനസ്സിലായോ? അമേരിക്കയുടെ സൈനിക പിന്തുണയായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചു പറയാൻ നെഹ്റുവിന് സാധിക്കില്ല. ഇന്ത്യയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ പാശ്ചാത്യ ശക്തികളുടെ അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയുടെ ആ സഖ്യത്തിൽ ചേരുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന കൈപ്പേറിയ സത്യം നെഹ്റു ഇവിടെ സീല് വെച്ച് ഉറപ്പിക്കുകയാണ്. മനസ്സിലായ? മുദ്ര വെച്ച് നൽകുകയാണ്. ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ചേർന്ന് ഇന്ന് അധിക്ഷേപിക്കുന്ന അതേ അമേരിക്കൻ ഭരണകൂടത്തോട് അതിജീവനത്തിനായി നെഹ്റു നടത്തിയ ഈ ഹൃദയഭേദകമായ അഭ്യർത്ഥനയാണ് ചൈനയെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇതിലെ രാഷ്ട്രീയ വൈരുദ്ധ്യം. അതായത് നെഹ്റുവിന്റെ കത്ത് കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സഹായം പ്രഖ്യാപിച്ചു. അമേരിക്കൻ മിലിറ്ററി ഇന്ത്യയിലേക്ക് ആയുധങ്ങളുമായി പറന്നു. അമേരിക്കയുടെ ബോയിങ് C-135 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ പശ്ചിമ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും അത്യന്താധുനിക ഇൻഫൻട്രി ആയുധങ്ങളും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളും വെടിക്കോപ്പുകളുമായി അന്നത്തെ കൽക്കട്ടയിലെ, ഇന്ന് കൊൽക്കത്തയാണ്, അന്ന് കൽക്കട്ടയിലെ ഡംഡം എയർപോർട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. കേവലം ദിവസങ്ങൾക്കുള്ളിൽ 1000കണക്കിന് ടൺ ആയുധങ്ങളാണ് അമേരിക്ക നൽകിയത്. 1000കണക്കിന് ടൺ ആയുധങ്ങൾ.
അതോടൊപ്പം അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ USS കിറ്റി ഹോക്ക് എന്ന് പറഞ്ഞ വിമാനവാഹിനി കപ്പൽ അത് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാനും കെന്നഡി ഉത്തരവിട്ടു. ഈ കിറ്റി ഹോക്ക് ആ വർഷമാണ് 62 ഏപ്രിലോ മെയിലോ ഒറ്റയാണ് അത് നീരിലിറക്കുന്നത്, വെള്ളത്തിലിറക്കുന്നത്. അതിനെ നേരെ ആ വിമാനവാഹിനി കപ്പലെ നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് വിടാൻ കെന്നഡി ഉത്തരവിട്ടു. അത് പോരുകയും ചെയ്തിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ചത് മടങ്ങിപ്പോയി, കാരണം യുദ്ധം അവിടെ നിന്നിരുന്നു. അതുകൊണ്ട് അപ്പൊ ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്കൻ സൈന്യം നേരിട്ട് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ചൈന ഈ കന്നഡയുടെ പ്രഖ്യാപനം, അത് 1962 നവംബർ 20-നാണ്. 19-ന് നെഹ്റുവിന്റെ കത്ത് അവിടെ കിട്ടുന്നു. 20-ന് കന്നഡി പ്രഖ്യാപനം നടത്തുന്നു, ഞങ്ങൾ ഇന്ത്യയെ സഹായിക്കും, ഈ യുദ്ധത്തിൽ ഞങ്ങൾ ഇന്ത്യയുടെ പക്ഷത്താണെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. തൊട്ടടുത്ത ദിവസം 21 നവംബർ 21-ന് അപ്രതീക്ഷിതമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ചൈന ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് തീരുമാനിച്ച വെടിനിർത്തലല്ല, ഏകപക്ഷീയമായിട്ട് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ വെടിനിർത്തൽ സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ യുദ്ധം അവസാനിച്ചു. അന്ന് അമേരിക്കൻ ആയുധങ്ങളും വിമാനങ്ങളും എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭൂപടം ഒരുപക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങുമായിരുന്നു. ചൈനീസ് സൈന്യം അന്ന് അസമിലെ തേസ്പൂർ വരെ എത്തിയിരുന്നു. ബ്രഹ്മപുത്ര താഴ്വര ചൈന പിടിച്ചിരുന്നെങ്കിൽ സിലിഗുരി ഇടനാഴി ഉണ്ടല്ലോ, ചിക്കൻ സ്നെക്ക് എന്ന് പറയുന്ന അതുവഴി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചൈന പൂർണ്ണമായും ഒറ്റപ്പെടുത്തുമായിരുന്നു. ഇന്നത്തെ അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, സിക്കിം ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകിൽ ചൈനയുടെ ഭാഗമായി മാറുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ബഫർ സ്റ്റേറ്റുകളായിട്ട് മാറുമായിരുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ കർശനമായ മുന്നറിയിപ്പില്ലായിരുന്നെങ്കിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന അതേ സമയം തന്നെ പാകിസ്ഥാൻ കാശ്മീരിലേക്ക് സൈന്യത്തെ അയക്കുമായിരുന്നു, കാശ്മീർ പിടിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ ഇന്ത്യക്ക് ഒരേ സമയം 2 മുന്നണികളിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അതിനുള്ള ശേഷി ആ സമയത്തില്ല. ചൈനയ്ക്കെതിരെ തന്നെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം തേടിയിരിക്കുന്നത്. അന്നേരം അമേരിക്കൻ പക്ഷത്തുള്ള, അമേരിക്കൻ ആയുധങ്ങളും മറ്റുമൊക്കെയുള്ള പാകിസ്ഥാൻ കാശ്മീരിൽ ആക്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് 2 യുദ്ധമുഖങ്ങൾ തുറക്കുന്നു. ഉറപ്പായിട്ടും പരാജയപ്പെടും. കാശ്മീർ പൂർണ്ണമായിട്ടും പാകിസ്ഥാന്റെ കൈകളിലേക്ക് പോകുമായിരുന്നു. സാമ്പത്തികമായും സൈനികമായും തകർന്ന ഇന്ത്യയുടെ അന്തസ് ലോകത്തിന് മുമ്പിൽ ഇടിയുമായിരുന്നു. എന്നാൽ ഇതിനേക്കാളും വലിയൊരു അപകടം കൂടെ ഉള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളാണ്. 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ, ഇന്നത്തെ സ്വതന്ത്ര ഇന്ത്യ വരുന്നത്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അത് ഇന്നത്തെ ഇന്ത്യ അല്ല, അത് വേറെയാണ്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളാണ്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ കർശനമായിട്ടുള്ള നടപടികളിലൂടെ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമാവുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചിരുന്നെങ്കിൽ, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കി ആ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാൻ കേന്ദ്ര ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഇവര് വിട്ടുപോയാണ് ഈ പല സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളും. കാരണം ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരോട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും വിധേയത്വമുണ്ട്. നമുക്ക് അറിയാലോ, ഈ തിരുവനന്തപുരം ഭാഗത്തൊക്കെ, തിരുവിതാംകൂർ, ഇപ്പോഴും അവിടെ പലരും ഈ രാജാവ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതാണ്. ഇത് ഉത്തരേന്ത്യയിലൊക്കെ ഇത് കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഗ്വാളിയോർ അതിന്റെ പാട്ടിന് പോകും, ഹൈദരാബാദ് അതിന്റെ പാട്ടിന് പോകും. ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് ഇത് ചിതറിക്കപ്പെട്ടു പോയനെ, വിഭജിക്കപ്പെട്ടു പോയനെ. മനസ്സിലായോ? കേവലം ഈ 2 മാത്രമല്ല, നോർത്ത് ഈസ്റ്റും കാശ്മീരും മാത്രമല്ല, ഇന്ത്യ തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടാനുള്ള ആഭ്യന്തര കലാപങ്ങൾക്ക് പോലും അത് കാരണമാകുമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കറിയാം, വിഘടനവാദം ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോ പഞ്ചാബില് സിഖ് തീവ്രവാദികൾ, ഇതൊന്നും ഇല്ലാതെ തന്നെ അവർ വിഘടനവാദം ഉയർത്തിയിട്ടുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റില് പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. മാവോവാദികൾ, ഇങ്ങനെയൊക്കെയുള്ള പലയിടങ്ങളിലും നമ്മളത് കാണുന്നുണ്ട് ഈ വിഭജനവാദം. ഒരു കാലത്ത് തമിഴന്മാർക്കും ഉണ്ടായിരുന്നു അത്. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കണം, അതൊന്നും സംഭവിക്കാതെ, മനസ്സിലായോ? അതിനെല്ലാം തടഞ്ഞത് അമേരിക്കയുടെ സഹായം ഒന്ന് മാത്രമായിരുന്നു, മറ്റൊന്നുമല്ല. ഇറാനിലെ ഷാനക്കുമാർ തള്ളിമറിക്കുന്നത് വെറുതെയാണ്. ഇത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിൽക്കുന്നത്. നെഹ്റുവിന്റെ ആ കത്തിലെ ഒരുമാതിരി എല്ലാ ഭാഗങ്ങളും നമ്മൾ പരിശോധനാ വിധേയമാക്കി. ആഴത്തിൽ വിശകലനം ചെയ്തിട്ടൊന്നുമില്ല, ഉപരിപ്ലവമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒരുമാതിരി അത് പരിശോധിച്ചു. ഈ പന്തളം രാജേന്ദ്രനും ഫക്രുദ്ദീൻ അലിയും ചേർന്ന് ABC മലയാളത്തിൽ തള്ളിവിട്ട ചരിത്ര ഗവേഷണങ്ങളുടെ മുഴുവൻ നട്ടെല്ലും തകർക്കാൻ ഈ ഒരൊറ്റ കത്ത് മാത്രം മതി. കൂടുതലൊന്നും പറയണ്ട, ഈ ഒരൊറ്റ കത്ത് മാത്രം മതി. ഇവന്മാര് പറയുന്നതെല്ലാം നുണയാണെന്നുള്ളത് തെളിയും. ഇറാനിലെ ഷാ കത്തെഴുതിയിട്ടാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കാതിരുന്നത് എന്ന് തട്ടിവിടുന്നവർക്ക്
തങ്ങളുടെ വാദം സത്യമാണെന്ന് കാണിക്കാൻ ഒരു തെളിവുമില്ല, യാതൊരു തെളിവുമില്ല. മനസ്സിലായ? ഇവർ പറയുന്നത് ആ വേരുകൾ അന്വേഷിച്ചു പോട്ടെ, ഫണ്ട് എവിടെ നിന്ന് വരുന്നത് അന്വേഷിക്കും, അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവുന്നവർ അതേ പറയാനുള്ളൂ ഇവർക്ക്. പക്ഷെ അമേരിക്ക ഇന്ത്യയെ സഹായിച്ചു എന്നുള്ളതിന് ആധികാരികമായ സർക്കാർ രേഖകളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മനസ്സിലായോ? ഇവർക്കൊന്നുമില്ല, ഇവർ ചുമ്മാ തള്ളിവിടുകയാണ്. എന്നിട്ട് കേൾവിക്കാർ തെളിവ് അന്വേഷിച്ചു പോട്ടെ, അതാണ് അവരുടെ നിലപാട്. ഞാൻ പറഞ്ഞില്ല, അവർക്കറിയാം അവരുടെ പ്രേക്ഷകര് ബൗദ്ധിക നിലവാരം അത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ പ്രേക്ഷകരെ കുറിച്ച് ഞങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്ര ദിവസത്തെ ഇതാണെന്നറിയോ ഈ വീഡിയോ, 3 ദിവസം കുത്തിയിരുന്ന് ഞാൻ വേറൊരു ഇതൊന്നും ചെയ്യാതെ 3 ദിവസം കമ്പ്യൂട്ടറിന് മുമ്പിൽ കുത്തിയിരിക്കുകയായിരുന്നു ഈ രേഖകളെല്ലാം തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നതേ ഞങ്ങൾക്ക് ബൗദ്ധിക സത്യസന്ധത എന്ന് പറയുന്ന സംഗതി, ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന സാധനം ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന ആൾക്കാർക്ക് ബോധ്യമാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിൽ ഇവന്മാർക്കൊക്കെ എന്തും പറയാം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ ചൈന വിഴുങ്ങാൻ നിന്നപ്പോ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനോട് യാചിച്ചത് അവരുടെ സൈന്യവും പൈലറ്റുമാരും വിമാനങ്ങളും വന്ന് ഇന്ത്യയെ രക്ഷിക്കണമെന്നാണ്. ഇന്ന് ഈ JNU പ്രൊഡക്റ്റും അവതാരകനും ചേർന്ന് ലോകത്തെ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് ആരോപിക്കുന്ന അതേ അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനോടായിരുന്നു നെഹ്റുവിന്റെ ആ അപേക്ഷ. അന്നവർ ആയുധങ്ങളുമായി എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് രാജേന്ദ്രനും ഫക്രുദ്ദീനും ഇരുന്ന് നുണകൾ വിളമ്പുന്ന ഈ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക വാരി കളിക്കുമായിരുന്നു. ത്രിവർണ പതാകയല്ല, അവരുടെ ചെങ്കുടി പാറിയാനെ ഇവിടെ. അപ്പൊ ഫക്രുദ്ദീനും പന്തളം രാജേന്ദ്രനും ABC ചാനലിൽ ഇരുന്ന് അമേരിക്കയെ തെറിവിളിക്കുമ്പോൾ അവരൊന്ന് ഓർക്കണം, അന്ന് ചൈനീസ് സൈന്യം ആസാമിലെ വീട്ടുവാതിൽക്ക വരെ എത്തി നിന്നപ്പോ ഭാരതത്തിന്റെ ഭൂപടം കീറിമുറിക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നെഹ്റു വിറയ്ക്കുന്ന കൈകളോടെ സഹായത്തിന് കത്തെഴുതിയത് നിങ്ങൾ ഈ ആക്ഷേപിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ടല്ലോ അതൊക്കെ ഉള്ള അമേരിക്കയോടാണ്. അത് നിങ്ങൾ മറക്കരുത്. അന്ന് അമേരിക്കൻ വിമാനങ്ങൾ കൽക്കത്തയിൽ ആയുധങ്ങളുമായി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് മണിപ്പൂരിലെയും ആസാമിലെയും നാഗാലാൻഡിലെയും ഒക്കെ ജനങ്ങൾ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാകുമായിരുന്നു. മനസ്സിലായ? ചൈനീസ് അധിനിവേശം അവിടെ നടന്ന് അവർ ചൈനീസ് ഭാഷയൊക്കെ അവിടെ അടിച്ചേൽപ്പിച്ച് അവർ ചൈനീസ് ഭാഷ സംസാരിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കയ്യിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അമേരിക്ക രക്ഷിച്ചതിന്റെ നന്ദിയാണോ ABC മലയാളം ഇങ്ങനെ അമേരിക്കക്കെതിരെയും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾക്കെതിരെയും വിഷം ചീറ്റിക്കൊണ്ട് പ്രകടിപ്പിക്കുന്നത്? അതിനുള്ള നന്ദിയാണോ ഇത്? 1962 യുദ്ധത്തിൽ ഇറാനിലെ ഷാ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് പന്തളം രാജേന്ദ്രൻ തട്ടിവിടുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഇറാനിലെ ഷാ ഇന്ത്യയോട് ചെയ്തത് എന്താണെന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകും. അമേരിക്കയെയും ഇവാഞ്ചലിസ്റ്റുകളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി, ചീത്ത വിളിക്കാൻ വേണ്ടി, തെറി വിളിക്കാൻ വേണ്ടി ഭാരതത്തിന്റെ ശത്രുക്കളെ ഭാരതത്തിന്റെ കാവൽമാലാഖമാരായി ചിത്രീകരിക്കുന്ന ഈ JNU പ്രൊഡക്റ്റിന്റെയും അവതാരകന്റെയും അജണ്ട നാം തിരിച്ചറിയണം. ഇറാനിലെ ഷാ ഇന്ത്യയുടെ വലിയ സുഹൃത്തായിരുന്നു എന്ന് രാജേന്ദ്രൻ തട്ടിവിടുമ്പോൾ ഇന്ത്യയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ പാകിസ്ഥാന് തോക്കും മിസൈലും വെടിക്കോപ്പും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങി നൽകിയ ഒരു പർച്ചേസിംഗ് ഏജന്റ് മാത്രമായിരുന്നു ഇറാനിലെ ഷാ എന്നതാണ് വാസ്തവം. ഈ 1962 ചൈനയായിട്ടുള്ള യുദ്ധം, 65 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ട്, 71 പാകിസ്ഥാനുമായിട്ട് യുദ്ധം വരുന്നുണ്ട്. അപ്പൊ ഈ 2 സമയത്തുള്ള യുദ്ധങ്ങളിൽ ഇന്ത്യക്കെതിരെ ഇറാൻ കളിച്ച അല്ലെങ്കിൽ ഇറാനിലെ ഷാ കളിച്ച ആ വൃത്തികെട്ട കളി ചരിത്രത്തിൽ നിന്ന് ആർക്കും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. ഒരു വശത്ത് അമേരിക്കയെ കുറ്റം പറയുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യയെ വഞ്ചിച്ച ചതിച്ച ഷായെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത് ഇവരുടെ ബൗദ്ധിക പാപ്പരത്വം അല്ലെങ്കിൽ പിന്നെന്താണ്? ഈ പശ്ചിമ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പാകിസ്ഥാന് നേരിട്ട് ആയുധം കിട്ടാതെ വന്നപ്പോൾ അത് വാങ്ങി പാകിസ്ഥാൻ എത്തിച്ചു കൊടുത്ത ആ ആംസ് ഡീലറായ ഇറാനിലെ ഷായുടെ യഥാർത്ഥ മുഖം അമേരിക്കൻ ഇന്റലിജൻസ് രേഖകളും ഇന്ത്യൻ എക്സ്പ്രസും ദ ഹിന്ദുവും ഇന്ത്യ ടുഡേയും പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ക്ലാസിഫൈ ചെയ്ത് വെക്കും, 60-50 വർഷത്തേക്ക് ക്ലാസിഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയാണ് ഇതെല്ലാം അന്ന് 65 യുദ്ധത്തിന്റെ രേഖകളെല്ലാം അമേരിക്ക ക്ലാസിഫൈ ചെയ്തു വെച്ചിരുന്നു. 71 യുദ്ധത്തിലെ രേഖകൾ അതൊക്കെ ചെയ്തു വെച്ചിരുന്നു. പക്ഷെ 50 വർഷം കഴിഞ്ഞപ്പോൾ 2015 2021 ഇതെല്ലാം ഡീക്ലാസിഫൈഡ് ചെയ്തു, പൊതുജനങ്ങൾക്കായിട്ട് അത് പരസ്യപ്പെടുത്തി, വെബ്സൈറ്റിലൊക്കെ അത് ഇട്ടു. അപ്പൊ അതൊക്കെ പരസ്യപ്പെടുത്തിയപ്പോൾ ഇത് ലോകത്ത് ആർക്കും ഇത് വായിക്കാൻ സാധിക്കും, നമ്മുടെ പത്രങ്ങളിലൊക്കെ അത് വരികയും ചെയ്തു. അപ്പൊ ആ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് പരിശോധിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം.
1965 യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാൻ ബുദ്ധിമുട്ടിയപ്പോൾ ജർമ്മൻ വിപണിയിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനാണെന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഇറാന്റെ ആവശ്യങ്ങൾക്കാണെന്നും പറഞ്ഞുകൊണ്ട് ആയുധങ്ങൾ വാങ്ങി പാകിസ്ഥാനിൽ എത്തിക്കുന്ന ഒരു ഡീലറായിട്ട് ഇറാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചിമ ജർമ്മനിയിൽ നിന്ന് നിരവധി F-86 ജെറ്റ് യുദ്ധവിമാനങ്ങൾ, ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ, പീരങ്കികൾ, വെടിക്കോപ്പുകൾ എന്നിവ ഇറാൻ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി പാകിസ്ഥാന് നൽകുകയുണ്ടായി. ഇതിൽ ചില വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തിച്ചതിന് ശേഷമാണ്, ഇറാനിലെത്തിയിട്ട് ഇറാൻ വഴി പാകിസ്ഥാനിലെത്തിയപ്പോൾ മറ്റു ചിലവ നേരിട്ട് കറാച്ചിയിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. മനസ്സിലായ? ഇത് അമേരിക്കൻ ഇന്റലിജൻസ് മെമ്മോറാണ്ടത്തിലെ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ 12 ഹെലികോപ്റ്ററുകളും പീരങ്കികളും വെടിക്കോപ്പുകളും സ്പെയർ പാർട്സുകളും ഉൾപ്പെടെയുള്ള സൈനിക ഉപകരണങ്ങൾ ഇറാൻ പാകിസ്ഥാന് നൽകുകയുണ്ടായി. ഫോറിൻ റിലേഷൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് FRUS രേഖകൾ പ്രകാരം യുദ്ധസമയത്ത് കുറഞ്ഞ നിരക്കിൽ പാകിസ്ഥാന് എണ്ണ നൽകിയതും ഇതേ ഇറാനാണ്. പാകിസ്ഥാന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് ആയുധങ്ങളോ സ്പെയർ പാർട്സുകളോ ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഇസ്ലാമാബാദിനു വേണ്ടി ഇറാൻ വീണ്ടും ഒരു ആയുധ കച്ചവടക്കാരനായി, ആയുധം വാങ്ങൽ ഏജന്റായിട്ട്, അതായത് ആംസ് പർച്ചേസിംഗ് ഏജന്റായിട്ട് പ്രവർത്തിച്ചേക്കാമെന്ന് 1971 യുദ്ധത്തിന് ശേഷം വന്ന റിപ്പോർട്ടുകൾ, അമേരിക്കൻ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് യുദ്ധങ്ങൾ 65 ആകട്ടെ 71 ആകട്ടെ, ഈ രണ്ട് യുദ്ധങ്ങളും പാകിസ്ഥാന്റെ പ്രകോപനപരമായ നടപടികൾ കാരണം ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടവയാണെന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. എന്നാലും 1971 ഇന്ത്യയുടെ നടപടികളെ ഈ ശുദ്ധമായ കടന്നാക്രമണം, ബ്ലാറ്റന്റ് അഗ്രഷൻ എന്നാണ് ഇറാനിലെ ഷാ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ കടന്നാക്രമണം, ഇന്ത്യയാണ് ആക്രമണകാരി എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇറാനും പാകിസ്ഥാനും രണ്ട് ശരീരങ്ങളുള്ള ഒരൊറ്റ ആത്മാവ് പോലെയാണ്. നമ്മൾ പറയാറുണ്ട്, ഞങ്ങള് ഇരുമയ്യാണെങ്കിലും മനം ഒന്നാണ് എന്ന് നമ്മൾ പറയാറില്ലേ. അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഷാ നടത്തിയത്. ഇറാനും പാകിസ്ഥാനും രണ്ട് ശരീരങ്ങളുള്ള ഒരൊറ്റ ആത്മാവ് പോലെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് തന്നെ അദ്ദേഹം ആരുടെ പക്ഷത്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തെളിയുന്നുണ്ട്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് നഴ്സുമാരെയും മെഡിക്കൽ സഹായങ്ങളും 5000 ടൺ പെട്രോളിയവും നൽകിയതും ഇതേ ഇറാനാണ്. ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം തടയുമെന്ന് പോലും ഷാ ഭരണകൂടം അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഇത് ചെയ്തിരുന്നു ഉപരോധിച്ചുകൊണ്ട്. അപ്പൊ അതേപോലെ അന്ന് ഷാ ഭരണകൂടം പറഞ്ഞിരുന്നു ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം ഞങ്ങൾ തടയുമെന്ന്. ആ ഷായെയാണ് യുവമാരെടുത്തുകൊണ്ട് വരുന്നത്. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണെന്നേ, ചരിത്ര വസ്തുതകളാണ്. ഇന്ത്യൻ സൈനികർക്ക് നേരെ ബോംബിടാൻ പാകിസ്ഥാന് യുദ്ധവിമാനങ്ങളും എണ്ണയും വാങ്ങിക്കൊടുത്ത, യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും എണ്ണ വില കുറച്ചു വിൽക്കുകയും ചെയ്ത ഇന്ത്യ പാക് യുദ്ധത്തിൽ പരസ്യമായി പാകിസ്ഥാന്റെ പക്ഷത്തു നിന്ന് ഇറാനിലെ ഷാ ഭരണകൂടത്തെയാണ് രാജേന്ദ്രൻ ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സുഹൃത്തായിട്ട് വാഴ്ത്തിപ്പാടുന്നത്. 5000 വർഷം പഴക്കമുള്ള ബന്ധമാണെന്നൊക്കെ പറയുന്നത്. ഈ അമേരിക്കൻ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ ചരിത്രത്തെയും സുരക്ഷയെയും പോലും ഒറ്റുകൊടുക്കുന്ന ഇത്തരം വാദങ്ങൾ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇന്ത്യയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ പാകിസ്ഥാന് യുദ്ധവിമാനങ്ങളും വെടിക്കോപ്പുകളും ആയുധങ്ങളും വാങ്ങി നൽകിയ 1971 യുദ്ധത്തിൽ ഇന്ത്യയെ കടന്നാക്രമണകാരി എന്ന് വിളിച്ച ആ ഷായെയാണ് ഇവർ ഭാരതത്തിന്റെ സുഹൃത്തായിട്ട് ചിത്രീകരിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ ചരിത്രത്തോടും സൈന്യത്തോടും ഇതിൽ പരം എന്ത് ചതിയാണ് ഒരു മാധ്യമ പ്രവർത്തകന് ചെയ്യാൻ കഴിയുക? ഒരു ഏതാണ് JNU പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവമാരൊക്കെ ചെയ്യുന്ന കാര്യം ഇതാണ്. ചരിത്രമെന്നാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്യപ്പെട്ടു വരുന്ന ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളല്ല, മറിച്ച് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെയുള്ള ആധികാരികമായ ചരിത്ര രേഖകളാണ്. അത്തരം രേഖകൾ വെച്ചിട്ടുള്ള പഠനമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കലാണ്. മനസ്സിലായോ? ഇവർക്ക് ഒന്നും കാണിക്കാനില്ല, ചുമ്മാ കുത്തിയിരുന്ന് വായ തോന്നിയത് വിളിച്ചു പറയുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് പറയും ലോജിക്കൽ ഫാലസികളാണ് പിന്നെ മൊത്തം പറയാൻ. എന്താണ് അത്? അതിന്റെ പുറകിൽ ഫണ്ട് എവിടെ നിന്ന് വരുന്ന അന്വേഷിച്ചാൽ മതി, വേരുകൾ തേടിപ്പോയാൽ മതി. ഇതൊക്കെയാണ് ഇവരുടെ തെളിവ്. അതിനെയാണ് താങ്കൾ കള്ളം പറയാത്ത ആളാണ്, സത്യം പറയുന്ന ആളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ ഇത് ചെയ്യുന്നത്. ഇവിടെയാണ് നാം ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത്. പന്തളം രാജേന്ദ്രൻ ഈ വീഡിയോയിൽ ഫക്രുദ്ദീൻ അലിയെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റ് എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നായ JNUവിൽ നിന്ന് ഗവേഷണം പൂർത്തിയാക്കിയ ഒരാൾ എന്നാണ് അവകാശവാദം.
പക്ഷെ അദ്ദേഹം വിളിച്ചു പറയുന്ന കല്ല് വെച്ച കള്ളങ്ങളും അബദ്ധങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒന്നുകിൽ ഇദ്ദേഹം JNUവിന്റെ പടി പോലും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ സർവകലാശാലയുടെ അന്തസ്സ് കളയാൻ വേണ്ടി ആരെങ്കിലും പണം കൊടുത്ത് മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ആ JNU എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ നിലവാരം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ ഇടിയും. അപ്പൊ അതിനു വേണ്ടിയിട്ട് പെയ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, എന്നെ കുറിച്ചാണ്. ഞാൻ 10ാം ക്ലാസ് പകുതിക്ക് വെച്ച് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഒരു സാധാരണക്കാരനാണ്. മനസ്സിലായ? ഒരു സാധാരണക്കാരൻ. എനിക്ക് JNU ഗവേഷകന്റെ കുപ്പായമില്ല. പക്ഷെ ആധികാരികമായ ചരിത്രരേഖകളും പ്രധാനമന്ത്രിയുടെ കത്തും സ്ക്രീനിൽ കാണിച്ച് ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ അത് എന്നെ പോലെ ഒരു 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ ബൗദ്ധിക നിലവാരം, ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് എത്രത്തോളം താഴെയാണ്. തറ എന്ന് നമ്മൾ പറയാറുണ്ട്, തറയല്ല അടിത്തറയാണ്, തറയ്ക്ക് താഴെയും പോവും. അത്രേ ഉള്ളൂ ഇവരുടെയൊക്കെ നിലവാരം. എനിക്ക് ഈ പറയുന്നത് പോലെ വലിയ യൂണിവേഴ്സിറ്റികളുടെ ലേബലുകളോ ഗവേഷണ ബിരുദങ്ങളോ ഒന്നുമില്ല. പക്ഷെ ലേബലുകളെക്കാൾ വലുതാണ് സത്യമെന്നും ഗവേഷണത്തെക്കാൾ വലുതാണ് സത്യാന്വേഷണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് JNU പ്രൊഡക്ട്സ് എന്ന് അവകാശപ്പെടുന്നവർ തട്ടിമൂളിക്കുന്ന ഓരോ ചരിത്ര വിരുദ്ധതയെയും തൊലിയുരിച്ചു കാണിക്കാൻ എന്നെ പോലെ ഒരു 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടിന് സാധിക്കുന്നത്. ബിരുദങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും അഹങ്കാരത്തിൽ മൈക്കിന് മുന്നിലിരുന്ന് എന്ത് അസംബന്ധവും തട്ടിവിടാം എന്ന് കരുതുന്നവരുടെ ബൗദ്ധിക പാപ്പരത്വത്തിന്റെ ആഴമാണ് നാം ഇവിടെ കണ്ടത്. സത്യം എന്നത് ആർക്കും പണയം വെക്കാനുള്ളതല്ല, അത് മൂടി വെക്കാനുള്ളതുമല്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊപ്പഗണ്ടകൾ കൊണ്ട് ചരിത്രത്തെ മായ്ച്ചു കളയാൻ ആരെയും നാം അനുവദിക്കരുത്. നിങ്ങൾ ഓർക്കുക, ഇതുവരെ നമ്മൾ പരിശോധിച്ചത് ഇവന്മാരുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 13 മിനിറ്റ് 28 സെക്കൻഡ് വീഡിയോ ആണ്. ആ വീഡിയോയിൽ നിന്ന് ഞാനിപ്പോ 1 മിനിറ്റും 19 സെക്കൻഡും മാത്രമുള്ള ഒരു ക്ലിപ്പാണ് ഇപ്പൊ എടുത്തത്. അതിന് മുമ്പ് 28 സെക്കൻഡ് ക്ലിപ്പ് ഉണ്ട്. ഓക്കെ, മറ്റേ JNU പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്ന ആ ഭാഗമുണ്ട്, അതിൽ 28 സെക്കൻഡ് ക്ലിപ്പ് ഉണ്ട്. അതല്ലാതെ പിന്നെ ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങിയപ്പോൾ ഫസ്റ്റത്തെ എടുത്തതെന്ന് പറയുന്നത് 1 മിനിറ്റും 19 സെക്കൻഡും മാത്രമുള്ള ക്ലിപ്പാണ്. അത് 1.5 മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് ഇവര് പറഞ്ഞ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കാൻ ഞാൻ ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നു. മനസ്സിലായേ? അപ്പൊ ഇതാണ്, ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഇവന്മാർ അത്രയധികം കള്ളങ്ങളും മണ്ടത്തരങ്ങളും നുണകളും ഒക്കെയാണ് കുത്തി നിറച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി ഇതേപോലെ നമ്മൾ കീറി മുറിക്കുമ്പോൾ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മതി. ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞു നടക്കുന്ന JNU പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവന്മാരുടെയൊക്കെ നിലവാരം നിങ്ങളൊന്ന് ഊഹിച്ചെടുക്കും. ഈ ബാക്കിയുള്ള വീഡിയോ നോക്കുമ്പോൾ അതിന്റെ ഓരോ സെക്കൻഡിലും ഇവര് ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗൂഢാലോചനകളും കള്ളത്തരങ്ങളും കുറെ കഷ്ടപ്പെടേണ്ടി വരും ഞാൻ. പക്ഷെ എന്നാലും ഞാൻ ചെയ്യും, ദൈവം അനുവദിച്ച് ഞാൻ ചെയ്യും. നമുക്ക് വരും ദിവസങ്ങളിൽ വരും എപ്പിസോഡുകളിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരാം. ബിരുദങ്ങളല്ല, സത്യസന്ധതയാണ് പ്രധാനം. ഫക്രുദ്ദീൻ അലിയോടും പന്തളം രാജേന്ദ്രനോടും പറയട്ടെ, ബിരുദങ്ങളല്ല സത്യസന്ധതയാണ് പ്രധാനം. മനസ്സിലായോ? ആളുകൾക്ക് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് സത്യമാണ് എന്ന് ബോധ്യം വരണം. ഈ വലിയ ബിരുദങ്ങളുള്ളവർ ചരിത്രം വളച്ചൊടിക്കുമ്പോൾ വസ്തുതകൾ നിരത്തി അവരെ ചോദ്യം ചെയ്യാൻ ഒരു 10ാം ക്ലാസ് ഡ്രോപ്പ് ഔട്ടിന് സാധിക്കുന്നത് കാണാൻ ഈ പരമ്പരയുടെ അടുത്ത എപ്പിസോഡുകൾക്കായി നിങ്ങൾ കാത്തിരിക്കുക. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.